ഹലോ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. നമ്മളിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജീന്റെ പല പോർഷൻസ് ഇങ്ങനെ കവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഡിഫൻസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഡിഫൻസിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രയോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണെങ്കിലും ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് റിപ്പീറ്റഡ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് കാണിച്ചു തരാം. ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ട്രെൻഡ് ആയിരുന്നു ഇത്രയും കാലം ഫോളോ ചെയ്തിരുന്നത്. 2014 ഒന്ന് വന്നു, 15 ഇല്ല, 16 വന്നു, പിന്നെ 17 ഇല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ 18 രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 20 അടുപ്പിച്ച് പിന്നെ 3 വർഷത്തേക്കില്ല. പക്ഷെ 20 ഒരു കേസ് പറയുവാണെങ്കിൽ 20 നമുക്ക് ഡിഫൻസും വേറെ ഒരു ടോപ്പിക്കായിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും ഇങ്ങനെ പോയതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. നമുക്കത് തൽക്കാലം ഡിഫൻസിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് പോകുന്ന ആ ട്രെൻഡ്. പക്ഷെ ലാസ്റ്റ് 3 വർഷമായിട്ട് ചോദിക്കുന്നുണ്ട്. 2022, 23, 24 ചോദിക്കുന്നുണ്ട്. 25 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മാക്സിമം. പക്ഷെ ഇതിന്റെ ഒരു കേസ് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ, സ്കിപ്പ് ചെയ്തൂടെ എന്ന് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ല, കാരണം മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ വെച്ചിട്ട് പലരും 0.4, 0.5 കട്ട് ഓഫ് കയറാതാവുന്നത്. അതിനേക്കാളും നല്ലല്ലേ 2 മാർക്ക് കിട്ടിക്കോട്ടെ, ഇതിന് വേണ്ടിയിട്ട് വലിയ എഫർട്ടൊന്നും ചെയ്യണ്ടല്ലോ. ആ കൂടെ ഒരു മണിക്കൂറിന്റെ ഒരു കാര്യമല്ലേ ഉള്ളൂ. അത് നോക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ട്രെൻഡ് ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റും നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതലും എന്താണ് ന്യൂസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ DRDOന്റെ പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, PIBs കൂടുതൽ വരുന്നതാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. PM എന്തെങ്കിലും ഇനോഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ PM എന്തെങ്കിലും കൊടുക്കുക, അതേപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രി എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക, അതിൽ സക്സസ്ഫുൾ ആയിട്ട് ട്രയൽസ് നടത്തുന്നത്, അതിലൊക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിൽ അതിന്റെ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക് എടുക്കുന്നു, അതിന്റെ ഇത് ആരുടെ ആയിരുന്നു, അങ്ങനത്തെ ഒരു എന്താ പറയുക, നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് മിസൈൽസും കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റേഴ്സ് എല്ലാവരുടെയും ഇത് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തലേന്ന് ഇങ്ങനെ പോകും. അതിനേക്കാൾ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, അത് മാത്രം പഠിക്കുക, അങ്ങോട്ട് പോവുക. അത് മതിയോ? കാരണം ബേസിക്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഓടിച്ച് പറഞ്ഞിരുന്നുള്ളൂ. അതല്ലാതെ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ബാലിസ്റ്റിക് മിസൈൽസ് ആർ ജെറ്റ് പ്രൊപ്പൽഡ് അറ്റ് സബ്സോണിക് സ്പീഡ്സ് ത്രൂ ഔട്ട് ദ ഫ്ലൈറ്റ്സ് വൈൽ ക്രൂയിസ് മിസൈൽസ് ആർ റോക്കറ്റ് പവർഡ് ഓൺലി ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബേസിക് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽസും ക്രൂയിസ് മിസൈൽസും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നോക്കിയാൽ മതി. അഗ്നി 5 is a medium range supersonic cruise missile while BrahMos is a solid fuel intercontinental ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ബാലിസ്റ്റിക്കും ക്രൂയിസും തമ്മിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അഗ്നി 5 ഉണ്ടല്ലോ, ഈ അഗ്നി 5 നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഇത് ബ്രഹ്മോസ് ആണ്. ഈ അഗ്നി 5 എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക്കും അതുപോലെ തന്നെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു ക്രൂയിസ് മിസൈൽ. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായത് അഗ്നി 5 എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ. അതുകൊണ്ട് തന്നെ അഗ്നി 5 ന്യൂസിൽ വന്നു, നമ്മൾ നോക്കേണ്ടിയിരുന്നു. അത് നോക്കുമ്പോൾ അതെന്താണ് ബാലിസ്റ്റിക്, എന്താണ് ക്രൂയിസ് നമ്മൾ നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അതേപോലെ ഈ രണ്ടും ന്യൂസിൽ വന്ന പറഞ്ഞല്ലേ, അപ്പൊ അതുകൊണ്ട് അത് ചോദിച്ചതാണ്. ഇനി വേറെ എന്താ ചോദിച്ചിട്ടുള്ളത്, റേഞ്ചിന്റെ ബേസിലാണ് വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഡിഫറൻസ് ചോദിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇതിന് വേണ്ടത്. ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് തെറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ. കാരണം കണ്ടോ, അഗ്നി 5 എന്ന് പറയുന്നത് ഇവിടെ ക്രൂയിസ് മിസൈൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഉള്ളൂ ബാലിസ്റ്റിക് ആണെന്ന്. അപ്പൊ അതൊന്ന് അറിയാമെങ്കിൽ എളുപ്പം. ഇനി അതുമല്ല, ശരിക്കും ബാലിസ്റ്റിക് മിസൈൽസ് കുറേ ഉണ്ട്. അതെല്ലാം പഠിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്രൂയിസ് മിസൈൽസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തീരും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇത് താഡിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി വീണ്ടും ന്യൂസിൽ വന്നുകൊണ്ടൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അമേരിക്കയുടെ ഒരു ആന്റി മിസൈൽ സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫാക്ട് ഓറിയന്റഡ് കണ്ടോ, സീൻ ഇൻ ദ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. ഇനി വാട്ട് ഈസ് ഓൾ ആർ ദി കോൺസിക്വൻസസ് ഓഫ് എ കൺട്രി ബിക്കമിങ് ദ മെമ്പർ ഓഫ് NSG? ഈ NSG അതേപോലെ MTCR, പിന്നെ വാസ്നർ ഗ്രൂപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ആക്ച്വലി കണ്ട NPT, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കണേ. ഇന്ത്യ ഏതിലൊക്കെയാണ് ഉള്ളത്, ഇന്ത്യ ഏതിലൊക്കെ ഇല്ലാത്തത് എന്നൊക്കെ നോക്കി വെക്കുന്നത് എപ്പോഴും ഉപകാരമായിരിക്കും. കാരണം
ഇതിന്റെ ഏതിലാണ് ഇന്ത്യ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ട് വല്ലതും ന്യൂസിൽ വന്നിട്ടുണ്ടോ എന്നായിരിക്കും. അപ്പൊ അത് നോക്കണം. നമ്മൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അത് നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആ ബേസിക് ആയിട്ടൊന്ന് പോകുന്നുണ്ട്. എനിവേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്, ഇതും എന്താ ഡിഫൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റിന്റെ ബേസിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് INS അസ്ത്രധാരണി? ഈ INS അസ്ത്രധാരണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ന്യൂസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ അങ്ങനെ തന്നെ നോക്കണം. ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് INS വകഷീർ വന്നിട്ടുണ്ട്, അത് നോക്കണം. അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. കണ്ടോ? ഇനി അഗ്നി 4 ആണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും പഴയതാണ്. അഗ്നി 4 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അഗ്നിയുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. അഗ്നി 4 ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സർഫസ് ടു സർഫസ് മിസൈൽ ആണ്, ലിക്വിഡ് പ്രൊപ്പലന്റ് ആണെന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഇതൊരു ടേം ആണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ. പിന്നെ 1 ton ന്യൂക്ലിയർ വാർഹെഡ്, അതായത് എന്താ പറയുക, പേലോഡ് എത്രയാന്ന് പറയുന്നുണ്ട്. പേലോഡിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിലേക്ക് കൊടുത്താൽ മതി? റേഞ്ചിൽ കൊടുത്താൽ മതി. 7500 കുറച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അത് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്. ഇത്രയും ഇത് നോക്കിയല്ലോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ പറഞ്ഞ രീതി ഒന്ന് നോക്കിക്കേ. എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോവാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് യൂഷ്വലി പോകുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ. ഇതെല്ലാം ബൈഹാർട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ക്ലാസിഫിക്കേഷൻ മിസൈൽസ് ഒക്കെ എല്ലാവരും പഠിക്കുന്നതാണല്ലേ. ഇതിലിപ്പോ നമുക്ക് ഏകദേശം ടൈപ്പ് ഏതൊക്കെയാ, ക്രൂയിസും ബാലിസ്റ്റിക്. ഇപ്പൊ ഞാനിപ്പോ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ലോഞ്ച് മോഡ്, സർഫസ് ടു സർഫസ്, സർഫസ് ടു എയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ, റേഞ്ച്, പ്രൊപ്പൽഷൻ, ഗൈഡൻസ് സിസ്റ്റം. ഈ ഗൈഡൻസ് സിസ്റ്റം ചിലപ്പോ പുതിയതായിട്ട് കണ്ടതായിരിക്കാം. അങ്ങനെ ആരും അത് പഠിപ്പിക്കാറില്ല. കാരണം ഇങ്ങനത്തെ എവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന കാണാത്തോണ്ട് ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബേസിലാണെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ ക്രൂയിസ് മിസൈൽസും ബാലിസ്റ്റിക് മിസൈൽസും ഇത് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ നമ്മുടെ ഡിഫറൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബാലിസ്റ്റിക് മിസൈലിലെ ബാക്കിയുള്ളതെല്ലാം നോക്കാണ്ട് ഈ ട്രാജക്ടറി മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ട്രാജക്ടറിക്ക് എന്താണെന്ന് പറയാം, നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നതാണ് ഈ ട്രാജക്ടറി. അതായത് ഇങ്ങനെ പോവുക, ഇതിനാണ് പ്രൊജക്ടൈൽ. നമ്മൾ എന്തെങ്കിലും ഒരു കല്ലൊക്കെ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോവാം? ആ ഒരു ഒരു പാരബോളിക് ഷേപ്പിൽ, അതിനാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂയിസ് മിസൈലിന്റെ പാത്ത് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അത് നോക്കിയേ, ഇതിൽ പോയിരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞ് എന്തുകൊണ്ടാണ്? ഇപ്പോ നമ്മൾ ഇത് ആ റേഞ്ച് ഇത് നോക്കണേ, ഹൈറ്റും കൂടെ നോക്കണേ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റിലാണ് പോകുന്നത്, അതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ താഴെക്കൂടെ വിടും. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയിൽ കുറെ ബാരിയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബാരിയേഴ്സ് ഉള്ള സമയത്ത് എന്താവും? ആ തട്ടി അവിടെ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു അതിന്റെ ഗൈഡൻസ് ഒന്ന് മാറ്റി, ഗൈഡൻസ് സിസ്റ്റം അല്ലെങ്കിൽ അതിനിങ്ങനെ നീങ്ങാനുള്ള രീതി ഒന്ന് മാറ്റി കൊടുക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഇങ്ങനെ ഈ ബാരിയർ വരുന്ന സമയത്ത് ഒന്ന് വളഞ്ഞ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ആ രീതി പോകുന്നതാണ് ക്രൂയിസ് മിസൈൽ. ഓക്കെ, നമ്മുടെ ടാർഗറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി പോകുന്നതിന് പകരം ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെ പോകുന്നത്? ഇങ്ങനെ ഒറ്റ ഒരു പ്രൊജക്ടൈൽ മോഷനിലാണ് പോവുക. ഇവിടെ എന്താ ചെയ്യുന്ന? ബാരിയറിന് തട്ടാതെ ഇരിക്കാൻ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ കോഴിയൊക്കെ ഓടുന്നത് പോലെ ആ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. കോഴി ഇങ്ങനെയാണ് ഓടുന്നത്, പക്ഷെ ഇത് മുകളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് പോകുന്നതാണ് നമ്മുടെ ഈ ക്രൂയിസ് മിസൈലിന്റെ ഒരു കേസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നോക്കേണ്ടത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതിന്റെ ഡിഫറൻസ്. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചാൽ മതിയെ. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കണം. ഇനി മറ്റേത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സ്പീഡിന്റെ ബേസിലാണ്. സ്പീഡിന്റെ ബേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിന്റെ ബേസ്. അതായത് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്ന സൗണ്ടിന്റെ സ്പീഡ്. അത് എത്രയാണെന്ന് അറിയില്ലേ? 332 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ മാക്ക് എന്ന് പറയും. മാക്ക് എന്നുള്ളൊരു ഇതുണ്ട്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം ബൈ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ, അങ്ങനെ എന്തോ ഇതിലാണ് പോകുന്നത്, കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ മാക്കിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാക്കില് 1 മാക്കാണ് നമ്മൾ എടുത്തതെങ്കിൽ 1-നേക്കാളും കുറവാണെങ്കിൽ സബ്സോണിക് എന്ന് വിളിക്കും. ഓക്കെ, മാക്ക് 1-നേക്കാളും കുറവാണെങ്കിൽ സബ്സോണിക്. മാക്ക് 1-നേക്കാളും കുറവാണെങ്കിൽ, ഇത് മാക്ക് 1-നേക്കാളും കുറവാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-നും നമ്മൾ പൊതുവെ 3 എന്നുള്ളൊരു വാല്യൂ കൂടെ എടുക്കാറുണ്ട്. ഇത് 1 to 5 ആണെങ്കിൽ നമ്മൾ സൂപ്പർ സോണിക് എന്ന് വിളിക്കും. 1-നേക്കാളും കൂടുതൽ, 5-നേക്കാളും കുറവാണെങ്കിൽ. ഇനി 5-നേക്കാളും കൂടുതലാണെങ്കിൽ അതെന്താണ്? ഹൈപ്പർസോണിക് എന്ന്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മുടെ കേസ് എന്താണെന്നറിയോ? ഇവിടെ എന്ത് പഠിക്കണം എന്നറിയോ? ഇതിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഇറേസ് ചെയ്ത് തരാം. ഇതിൽ പഠിക്കേണ്ടത് സബ്സോണിക്കിൽ ഏതാ വരുന്നത്, അല്ലെങ്കിൽ സബ്സോണിക് ആയിട്ടുള്ള
മിസൈൽസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കണം. ഇതിലാണെങ്കിൽ പൃഥ്വി, ഇവിടെ ആണെങ്കിലോ സൂപ്പർസോണിക്കിൽ ബ്രഹ്മോസ്, ഇനി ഹൈപ്പർസോണിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ശൗര്യമൊക്കെ വരുന്ന ഡെവലപ്പ് ചെയ്ത് ഏകദേശം റെഡി ആയിട്ടുള്ളതൊന്നാണ് 7.5 മാക്കിലൊക്കെ വരുന്നത്. അപ്പൊ അതും ഈ രീതിയിലൊന്നും നോക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ട രീതികളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിനകത്ത് നോക്കേണ്ടത് ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ. ഇനി മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് മോഡാ. എന്താ ഈ ലോഞ്ച് മോഡിൽ ഉദ്ദേശിക്കുന്ന സർഫസ് ടു സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാൻഡ് ഉണ്ടല്ലോ, സർഫസ് ഉദ്ദേശിക്കുന്ന ലാൻഡാ. ഈ ലാൻഡിന്ന് വീണ്ടും ലാൻഡിലേക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് സർഫസ് ടു സർഫസ് ഉദ്ദേശിക്കുന്നത്. ഇനി അതേ സമയത്ത് സർഫസ് ടു എയറോ, നമ്മുടെ എയറിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ മേളിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, അപ്പൊ ഈ എയർക്രാഫ്റ്റ് പറന്നുകൊണ്ടിരിക്കുന്ന ലാൻഡിൽ നിന്നുകൊണ്ട് ഈ മിസൈൽ ഇങ്ങോട്ട് വിടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടു എയർ, എവിടുന്ന് വിടുന്നു ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ ഓർക്കുക. ഇനി മറ്റൊന്ന് ഏതാ വരുന്നത്, എയർ ടു സർഫസ്. അതെന്താ, നമ്മുടെ എയർക്രാഫ്റ്റിന് തറയിലേക്ക്, അതായത് നമ്മുടെ എർത്തിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ, ഇപ്പൊ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എയർ ടു സർഫസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എയർ ടു എയർ, രണ്ട് എയർക്രാഫ്റ്റുകൾ തമ്മിൽ ഇങ്ങനെ വരുവാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിനെ ഷൂട്ട് ചെയ്ത് വിടുന്നു, അങ്ങനത്തെ രീതിയിൽ. ഇനി ഷിപ്പ് ടു ഷിപ്പ്, വെള്ളത്തിനകത്ത് രണ്ട് ഷിപ്പ് ഉണ്ട്, ആ ഷിപ്പുകൾ തമ്മിലുള്ളത്, ഇതൊക്കെ ഈ രീതിയിലാണ് പോകുന്നത്. സബ്മറൈൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സീയുടെ അകത്തുള്ള സാധനം അല്ലെ. അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ പറഞ്ഞ ലോഞ്ച് മോഡ് എല്ലാത്തിൻ്റെയും ഒന്ന് പഠിച്ചു വെക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ സർഫസ് ടു സർഫസിന് പൃഥ്വി, അഗ്നി, ബ്രഹ്മോസ്. ഇനി ഇതാണെങ്കിൽ ആകാശ്, അതുപോലെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഉണ്ട്. പിന്നെ എയർ ടു സർഫസ് ആണെങ്കിൽ ഹെലീന, പിന്നെ അസ്ത്ര, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ. ഇതിലിപ്പോൾ എല്ലാം പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇതെങ്ങനെ പഠിക്കണം, ഇത് ഏത് പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുതരാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ റേഞ്ചിന്റെ ബേസിലാണ്. റേഞ്ച് ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച്, ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ച്. ഈ ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ച് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എവിടെ വരെ പോകാനുണ്ടാവും, ചിലപ്പോൾ ഓസ്ട്രേലിയ വരെയൊക്കെ പോകാനുള്ള രീതിയിലുള്ള ഒരു മിസൈലിലേക്കാണ് ഇന്റർ കോണ്ടിനെന്റൽ. ലോങ്ങിന്റെ തന്നെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് ഇന്റർ കോണ്ടിനെന്റൽ. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇത് 3000 മുതൽ 5000 വരെയാണ്. അതിൽ 5000-നെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഇന്റർ കോണ്ടിനെന്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ റേഞ്ച് നമുക്ക് ചില സമയത്ത് എല്ലാത്തിൻ്റെയും കറക്റ്റ് വാല്യൂ ചോദിക്കാറുണ്ട്. നേരത്തെ കണ്ടില്ലേ അഗ്നിയുടെ 7500 എന്നുള്ള രീതിയിൽ ചോദിച്ചത്. അപ്പൊ അത് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ റേഞ്ചിന്റെ വാല്യൂ ഷോർട്ട് ആണോ, മീഡിയമിന്റെ റേഞ്ച് എന്താണ്, ലോങ്ങിന്റെ എന്താണ്, ഇന്റർ കോണ്ടിനെന്റൽ എത്രയാണ്, ഇത് മൂന്നെണ്ണം ഒന്ന് പഠിച്ചു വെക്കുന്നത് കുറച്ച് യൂസ് ആയിരിക്കും. ഇനി പ്രൊപ്പൽഷൻ ബേസ്ഡ് ആണെങ്കിൽ സോളിഡ് പ്രൊപ്പൽഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യുന്ന ഫ്യൂവലില്ല. അതൊന്നും ഉദ്ദേശിക്കുന്നത് എന്താ, ഇത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനത്തെ ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സോളിഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഈ പൃഥ്വിയിലും ബ്രഹ്മോസിലും അതാണ് ഉള്ളത്. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്, N2H4 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഹൈഡ്രസീൻ എന്നൊക്കെ പറയും. ഓക്കെ, ലിക്വിഡ് ഹൈഡ്രജൻ ഒക്കെ ഉപയോഗിക്കുന്ന മറ്റു രീതിയുണ്ട്. ഇനി ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളിഡും ഉണ്ട് അതുപോലെ ലിക്വിഡും വെച്ചേക്കുന്ന 2 സ്റ്റേജ് ഒക്കെ വരുന്നതായിരിക്കും കോമ്പിനേഷൻ ആയിട്ട്. പിന്നെ ക്രയോജനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുള്ളതാണല്ലോ. ക്രയോജനിക് എന്ന് പറയുന്നതായിരിക്കും ടെമ്പറേച്ചർ വളരെ കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ -°C ക്രയോജനിക് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സ്ക്രാം ജെറ്റും റാം ജെറ്റും എന്ന് പറയുന്ന രണ്ടെണ്ണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ റീസെന്റ് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സ്ക്രാം ജെറ്റിൽ. ഇതാണ് ന്യൂസ് വന്നത്. ഈ പറയുന്നത് കണ്ടോ, റെഡിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് ന്യൂസ്. എന്താ, ഗ്രൗണ്ട് ടെസ്റ്റ് ഓഫ് എൻ ആക്റ്റീവ് കൂൾഡ് സ്ക്രാം ജെറ്റ് കമ്പഷൻ സക്സസ്ഫുൾ. അതായത് നമുക്കിപ്പോൾ ഈ അടുത്ത് ഒരു ആക്റ്റീവ്ലി കൂൾഡ് ആയിട്ടുള്ള സ്ക്രാം ജെറ്റ് നമ്മൾ ട്രയൽ ചെയ്ത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിപ്പോൾ ന്യൂസിൽ വന്നു, PIBയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ക്രാം ജെറ്റും അത് പഠിക്കുന്ന സമയത്ത് റാം ജെറ്റും കൂടെ പഠിക്കണം. ആദ്യം റാം ജെറ്റ് നോക്കാം. ഇതിൽ ഈ ഒരു ടെക്നോളജിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കിപ്പോൾ എന്ത് വേണം, ഈ മിസൈൽ ഇങ്ങനെ പറക്കുന്ന സമയത്ത് അതിന് എന്തായാലും അതിനകത്തുള്ള പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ നമ്മുടെ അതിനകത്തുള്ള ഫ്യൂവൽ കത്തണം അല്ലെ. ആ കത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഓക്സിജൻ വേണം. ഓക്കെ, ഈ ഓക്സിജൻ എവിടുന്ന് കിട്ടുന്നത്, പൊതുവെ നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇത് പറക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഈ എയറിൽ തന്നെ കുറെ ഓക്സിജൻ ഉണ്ടാവില്ലേ, ഈ ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ഇങ്ങനെ പറക്കുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ കാണിച്ചുതരാം. ഇവിടെ നോക്കിയാൽ മതി. ഈ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഈ ഓക്സിജൻ ഇത് കണ്ടോ, ഇതിൽ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഓക്സിജൻ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓക്സിജൻ ഇവിടുന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ ഒരു ഏരിയ എത്തുമ്പോൾ എന്താവും, ഇവിടെ ഭയങ്കര ചെറിയ ഏരിയ ആവും. ആ ചെറിയ ഏരിയ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗ്യാസ് അവിടെ ചെറിയൊരു ഏരിയയിലേക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യാന്ന് പറയും. ഓക്കെ, അതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും, അല്ലാത്തവർക്ക് പറഞ്ഞത് കംപ്രഷൻ ആയിട്ട് വരും. ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എനർജി പൊതുവെ കൂടുക ചെയ്യാം.
ഓക്കെ, കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ മനസ്സിലാക്കുക. അതിന് വേറൊരു ടേം ഒക്കെ ഉണ്ട്, നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോകണ്ട. ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഏരിയ കുറഞ്ഞല്ലേ വരുന്നത്, അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് കിട്ടാനുള്ള ഒരു വകുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഒരു റിലീസാ അല്ലെങ്കിൽ വലിയൊരു ഏരിയയിലേക്ക് പോവാ. അവിടെ എക്സ്പാൻഷൻ എന്ന് പറയും. ഈ എക്സ്പാൻഷൻ ചെയ്യുന്ന റീജിയനിലേക്ക് നമ്മൾ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഇഗ്നിഷൻ കൊടുത്താൽ മതി, അതായത് സ്പാർക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതി, അതെന്താവും, കത്തിപ്പിടിക്കും. ഓക്കെ, ആ ഒരു രീതിയാണ് റാംജെറ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ മനസ്സിലാക്കേണ്ടത് ഈ റാംജെറ്റ് പറക്കുന്ന സ്പീഡ് ഏകദേശം 2 to 5 മാക്ക് ആണെങ്കിൽ, റാംജെറ്റ് തന്നെ പറക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ, അപ്പൊ കൂടുതൽ ഇത് കിട്ടില്ലേ, ഓക്സിജൻ കിട്ടില്ലേ. ഓക്കെ, ആ ഒരു കൂടുതൽ സ്പീഡിൽ പറക്കുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ എടുക്കാൻ കഴിവുള്ളത് സാധനത്തിനെ വിളിക്കുന്നത് സ്ക്രാംജെറ്റ് എന്ന്. ഇപ്പൊ റാംജെറ്റ്, സ്ക്രാംജെറ്റ്. ഈ സ്ക്രാംജെറ്റിന്റെ തന്നെ എസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർസോണിക്കാണ്. ഓക്കെ, സൂപ്പർസോണിക് സ്പീഡിൽ പറക്കുന്ന റാംജെറ്റിനെയാണ് സ്ക്രാംജെറ്റ് എന്ന് വിളിക്കുന്നത്. ഓർത്താൽ മതിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇനി ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഈ ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് എന്ന് പറയുന്ന കമ്പസ്റ്റർ, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇൻഡിജീനിയസ്ലി ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഈ എൻഡോതെർമിക് റിയാക്ഷൻസും എക്സോതെർമിക് റിയാക്ഷൻസ് ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിലും പറഞ്ഞുതരാം, ഇത്രേ ഉള്ളൂ. എൻഡോതെർമിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കല്ലേ, ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അകത്തോട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞു വരിക, ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞു വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നമ്മുടെ എൻഡോതെർമിക് എന്ന് വിളിക്കുന്നത്. അതേ സമയത്ത് ഹീറ്റ് പുറത്തോട്ട് വിടുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടി വരുവാണെങ്കിൽ ആ സമയത്ത് അതിനെ വിളിക്കുന്ന, ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ വിളിക്കുന്നതാണ് എക്സോതെർമിക്. അപ്പൊ ഈ പറഞ്ഞ പരിപാടിയിൽ എന്താണ്, എൻഡോതെർമിക് ആയിട്ടുള്ള ഒരു സ്ക്രാംജെറ്റ് ഫ്യൂവൽ ആണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു തെർമൽ കൂളിങ്ങിന്റെ പേര് നോക്കി വെക്കണേ. സെറാമിക് തെർമൽ ബാരിയർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, അത് കൂളിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഇനി ഇറ്റ് ഈസ് എൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് റാംജെറ്റ് ആൻഡ് ജനറേറ്റ്സ് ത്രസ്റ്റ് ത്രൂ സൂപ്പർസോണിക് എയർ ഫ്ലോ കമ്പഷൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ റാംജെറ്റിന്റെ തന്നെ സൂപ്പർസോണിക് ഇതിലേക്ക് പോകുമ്പോഴാണ്, ആ വേരിയന്റിലേക്ക് പോകുമ്പോഴാണ് സ്ക്രാംജെറ്റ് കിട്ടുന്നത്. ഇനി കണ്ടില്ലേ, 5 മാക്കിനേക്കാളും കൂടുതലാവുമ്പോഴാണ് സ്ക്രാംജെറ്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഹൈപ്പർസോണിക്കിന്റെ സ്പീഡ് പറഞ്ഞിരുന്നല്ലോ. 2 to 5 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, റാംജെറ്റിന്റെ കേസ് വരുന്നത്. 5ന് കൂടുതലാണെങ്കിൽ സ്ക്രാംജെറ്റ് ആയി. 2 to 5 ആണ് റാംജെറ്റ് കേട്ടോ. 2 to 5 മാക്ക് ആയിരിക്കും. ഇത് 5നേക്കാളും കൂടുതൽ. ആ ഒരു വേരിയന്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് അഡ്വാൻസ്ഡ് വെപ്പൺസ് ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ബൈപാസ് എക്സിസ്റ്റിംഗ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ഡെലിവർ റാപ്പിഡ് ആൻഡ് ഹൈ ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കാം. നമുക്ക് ഇവിടെ നോക്കേണ്ടത് മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മറ്റാർക്കൊക്കെ ഉണ്ടോ എന്ന് നോട്ട് ചെയ്ത് വെക്കണേ. USA ഓഫ് കോഴ്സ് ഉണ്ടാവും, കാരണം ഏറ്റവും നല്ലൊരു മിലിറ്ററി സിസ്റ്റം ഉള്ളതല്ല, ഡിഫൻസ് സിസ്റ്റം ഉള്ളതാണ് അവർക്ക്. റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ഇവർക്കാണ് മെയിൻ ആയിട്ട് ഈ ഹൈപ്പർസോണിക് ടെക്നോളജി ഉള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് ഉള്ളത്. ആർക്കൊക്കെയാണ്, US, റഷ്യ, ഇന്ത്യ, ചൈന. ഇവർക്കാണല്ലോ കൂടുതലായിട്ട് പറഞ്ഞ ഡിഫൻസ് സിസ്റ്റവും ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ 4 ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഗൈഡൻസ് സിസ്റ്റത്തിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, വലിയ റെലവൻസ് ഒന്നുമില്ല, ജസ്റ്റ് പറയുന്നത് കോമൺ കമാൻഡ് ഗൈഡൻസ്, ഇനേർഷ്യൽ ഗൈഡൻസ്, ടെറൈൻ മാപ്പിംഗ്, ലേസർ ഹോമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. ഇതൊന്ന് വെറുതെ ഒന്ന് വായിച്ചിട്ട് അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും നോക്കണ്ട. ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞൊരു സിസ്റ്റം. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കലാംജീന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അല്ലെ, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ IGMDP, ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മിസൈൽസ് ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസൈൽസ് കാണാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മിസൈൽസ് കംപ്ലീറ്റ് നമുക്ക് IGMDP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ അടുത്താണ് വരുന്നത്. ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന മിസൈൽസിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ആ മിസൈൽസിന്റെ വേരിയൻസും അത് തന്നെ അത്യാവശ്യമുണ്ട്. ഈ പറഞ്ഞ മിസൈൽസിന്റെ വേരിയൻസ് കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു പറഞ്ഞ പോർഷൻസ് കംപ്ലീറ്റ്, അതായത് ആ മിസൈൽസിന്റെ കംപ്ലീറ്റ് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ റെലവെന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആൾക്കാരിൽ ആരെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിലുള്ള പ്രോഗ്രാംസിൽ 5 പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ നമ്മൾ പൊതുവെ ഇത് അബ്രിവേറ്റ് ചെയ്യാറ് പാട്ന എന്നാണ്, ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പാട്ന. ഇതിൽ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ നോക്കിയാൽ മതി, പിയും എയും ആകാശല്ല കേട്ടോ. ഈ പിയും എയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ പൃഥ്വി തന്നെയാണ്, എ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് കേട്ടോ. ഇത് അഗ്നി വേരിയൻസ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ വന്നിരുന്നല്ലോ. ഇതാരാണ്? പൃഥ്വി.
ഓക്കെ, പൃഥ്വിയാണ്. ഈ അഗ്നിയും പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടു സർഫസ് ആണ്. സർഫസ് ടു സർഫസ്, അതായത് നമ്മൾ ലാൻഡിൽ നിന്ന് ലാൻഡിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതിനാണ് സർഫസ് ടു സർഫസ് എന്ന് വിളിക്കുന്നത്. അവരാണ് എന്ത് പറയുന്നത്, അഗ്നി. അതുപോലെ പൃഥ്വി അഗ്നിയാണ്. ആകാശ് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കരുത്, പൃഥ്വി അഗ്നിയാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ടി, അത് ഉദ്ദേശിക്കുന്നത് എന്താ, തൃശൂലാണ്. നോട്ട് ചെയ്ത് വെക്കണേ, തൃശൂലാണ്. തൃശൂൽ ഇപ്പൊ നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നെന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്, നാഗ്. ഓക്കെ, ഈ നാഗ് എന്ന് പറയും. നാഗ് ഉദ്ദേശിക്കുന്നത് ആന്റി ടാങ്ക് മിസൈൽസ് ആണ്. ടാങ്കുകൾ ഉണ്ടല്ലോ നമ്മുടെ, മറ്റേ വലിയ ഇതൊക്കെ ഉള്ള ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് പോകുന്ന സാധനം. അതിനെതിരെ നമ്മൾ ഫയർ ചെയ്യുന്നതാണ്, അതിനെതിരെ പോകുന്ന സാധനമാണ് നാഗ് എന്ന് പറയുന്നത്. ആന്റി ടാങ്ക് മിസൈൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി മറ്റൊന്ന് ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആകാശ് എന്ന് പറയുന്നത്. ഓക്കെ, ആകാശ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ടു എയർ മിസൈലാണ്. ഇത് പറഞ്ഞൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, പാട്ന എന്ന അബ്രിവേഷൻ പഠിക്കുക. ഇതിൽ PA, ആ PA എന്ന് ഉദ്ദേശിക്കുന്ന പൃഥ്വിയും അതുപോലെ അഗ്നി, ഈ രണ്ടെണ്ണം ഏതാണ്, സർഫസ് ടു സർഫസ് ആണ്. തൃശ്ശൂര് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നാഗ് എന്ന് പറയുന്നത് ആന്റി ടാങ്ക് ആണ്. A എന്ന് പറയുന്നത്, ലാസ്റ്റ് A എന്ന് പറയുന്നതാണ് ആകാശ്. ആകാശ് എന്ന് പറഞ്ഞാൽ സർഫസ് ടു എയർ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കേസ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കേസ് കംപ്ലീറ്റ് ഇതിന്റെ ബേസിൽ ഏതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസൈൽസിന്റെ കേസിൽ കേട്ടോ. ഫസ്റ്റ് വരുന്നത് അഗ്നി വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇത്രയും അഗ്നിന്റെ പ്രോഗ്രാംസ് ആണ് ഉള്ളത് കേട്ടോ. അഗ്നി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൈമും ഉണ്ട്. പ്രൈം കുറച്ച് ഏകദേശം സെറ്റ് ആയിരിക്കുന്ന ഒരു സാധനമാണ് പ്രൈം, മറ്റൊരു ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ സെറ്റ് ആയതിനെ പറ്റിയിട്ട് നമുക്കൊരു ന്യൂസിൽ വന്നതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ഓക്കെ, ആ റെഡിൽ മാർക്ക് ചെയ്തതിന്റെ ഉദ്ദേശം അതാ, ന്യൂസിൽ വന്നാണ് അഗ്നി പ്രൈം. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന 1, 2, 3 ഈ 3 ആൾക്കാരുണ്ടല്ലോ, ഫസ്റ്റത്തെ 3 ആൾക്കാർ, ഈ 3 ആൾക്കാരുമായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ IGMDP എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗം. ഫസ്റ്റ് 3 എണ്ണം 1, 2, 3, അഗ്നി 1, 2, 3, ബാക്കിയൊന്നും ഈ പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമല്ല കേട്ടോ. ഇനി ഇതില് 2വിന്റെ തന്നെ ഒരു വേർഷൻ ആണ് 4, കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. 2വിന്റെ പുതിയൊരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് 4 എന്ന് പറയുന്നത്. അതേപോലെ 3ന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് 5. ഞാൻ പറഞ്ഞ എന്തായിരുന്നു, 1, 2, 3 ആയിരുന്നു IGMDPന്റെ പ്രോഗ്രാമിൽ പാർട്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കി ഏതാ പറഞ്ഞത്, 2വിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരുന്നു നമ്മൾ 4 എന്ന് പറഞ്ഞത്. 3 എന്ന് പറയുന്നതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് 5 എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ പ്രൈം എന്ന് പറയുന്ന ആള്, അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രൈം എന്ന് പറയുന്നത് 1ന്റെയും 2വിന്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതിൽ 1, 2, 3 ഇപ്പൊ തൽക്കാലം ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു പോർഷനിൽ അപ്പൊ അതെന്ത് ചെയ്യണമെന്നുണ്ടാവും, നമുക്ക് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൈം ആയിട്ട് മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റം ആയിട്ട് മാറ്റി. ഓക്കെ, ഈ ഒരു ബേസിക് നോളജ് ആദ്യം മനസ്സിൽ വെച്ചേക്കാം. എന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അതായത് ഇപ്പൊ നോക്കിക്കേ, ഇനിയിപ്പോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞൊന്ന് നോട്ട് ചെയ്താൽ മതി. 2ന്റെ അപ്ഗ്രേഡഡ് വേർഷൻ അല്ലേ പറഞ്ഞത്, അപ്പൊ ഇതിന്റെ റേഞ്ച് നോക്കിയേ. 2ന്റെ അപ്ഗ്രേഡേഷൻ ആയിരുന്നു 4 എന്ന് പറയുന്നത്. അപ്പോൾ 2ന്റെ അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിന്റെ റേഞ്ച് കൂട്ടാണ് ചെയ്തിട്ടുള്ളത്, അതാണ് അപ്ഗ്രേഡേഷൻ. ഇതിന്റെ തന്നെ എന്തായി മാറി, 4000 ആക്കി മാറ്റി. ഇനി അതേപോലെ 3നെ നമ്മൾ എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ മാറ്റിയപ്പോൾ 5000 മാറി. 5000 ഏത് റേഞ്ചാന്ന് ഓർത്താൽ മതി, ഒന്ന് നോട്ട് ചെയ്ത് നമ്മളതൊന്ന് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി 6ലാണ് എങ്ങോട്ട് പോയിരിക്കുന്നത്, നമ്മുടെ ആ വലിയൊരു റേഞ്ചിൽ എത്തിക്കുന്ന 9000 to 12,000 കിലോമീറ്റർ വരെ പോകുന്നത്. അതെവിടെ പോയിട്ടുണ്ടാവും, നമ്മുടെ ഇന്റർ കോണ്ടിനെന്റിലേക്ക് പോയിട്ടുണ്ട്. അതാണ് അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഇതാ പ്രൈമിന്റെ കേസ് ആണെങ്കിൽ, പ്രൈം എന്തായിരുന്നു, 1ന്റെയും 2വിന്റെയും രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് വേർഷനാണ്. അതുകൊണ്ടാണ് ഈ ഒരു വേർഷനിൽ നിൽക്കുന്നത്. അപ്പോൾ റേഞ്ച് പഠിക്കുമ്പോൾ നോക്കിയാൽ മതി, 3, 4, 5 ഇതിലെല്ലാം ആ ഒരു റേഞ്ചിന്റെ ബേസിലാണ് പോയിട്ടുള്ളത്. നമുക്ക് ചില ടെക്സ്റ്റിലൊക്കെ അല്ലെങ്കിൽ ചില ബുക്കിൽ അല്ലെങ്കിൽ ചില കമ്പൈലേഷൻസിൽ അവർക്ക് പോകുന്ന സമയത്ത് 5000 പകരം വേറൊരു വാല്യൂം കൂടെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലസ് എന്നുള്ള കൊടുത്തേക്കുന്നത്, അതിനേക്കാൾ കൂടുതലുണ്ട്, മിനിമം ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനേക്കാളും കൂടുതലും വരാറുണ്ട്. ചില സമയത്തൊക്കെ 5000 പകരം 6000 ഒക്കെ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു 500ന്റെ ഡിഫറൻസിലൊന്നും ക്വസ്റ്റ്യനിൽ വരില്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ വാല്യൂസ് നമ്പറിൽ പൊതുവെ പറയാറുണ്ടല്ലോ, UPSC നമ്പറിൽ വെച്ച് കളിക്കാറില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ മിസൈൽസിന്റെ റേഞ്ച് വെച്ചിട്ട്
ചോദിക്കുന്നുണ്ട്. നമ്മൾ PYQ കണ്ടതല്ലേ, അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ റേഞ്ച് വെച്ച് കളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാറ്റി തരുവാണെങ്കിൽ നല്ല അത്യാവശ്യം വലിയൊരു റേഞ്ചിലേക്ക് പോകും. ഷോർട്ട് റേഞ്ച് ഉള്ളത് ഒരു മീഡിയം റേഞ്ചിലേക്ക് മാറ്റും. അതാണ് റേഞ്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ഷോർട്ട് റേഞ്ചിലുള്ളത് മീഡിയം റേഞ്ചിലേക്ക് മാറ്റുക, മീഡിയം റേഞ്ചിലുള്ള ലോങ് റേഞ്ചിലേക്ക് മാറ്റുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് മാറ്റുന്നത്. അതല്ലാണ്ട് 100 കിലോമീറ്ററിനോ 500 കിലോമീറ്ററിനോ വലിയ രീതിയിൽ മാറ്റം വരത്തില്ല. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുന്നതാണ്. ഇനി പേലോഡ് ഒരു വട്ടം ചോദിച്ചിരുന്നു, പക്ഷെ പേലോഡിന് പകരം അത് നമുക്ക് സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ടേമും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ച് എലിമിനേറ്റ് ചെയ്ത് പോകുമായിരുന്നു. പേലോഡ് ഒന്ന് വെറുതെ നോക്കി വെക്കും നല്ലതാണ്. ഏകദേശം എല്ലാം ഒരേ ലെവലിലാണ്. ആ കൂടി 6 മാത്രം, 6 എന്ന് പറഞ്ഞാൽ പുതിയതാണല്ലോ, അതിന് മാത്രം വലിയൊരു പേലോഡ് ഉണ്ടെന്ന് ഓർത്താൽ മതി. ഇനി ഫ്യൂവലിന്റെ സ്റ്റേജസ് പഠിക്കണേ. അതിലിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്നി 1 ആണെങ്കിൽ സിംഗിൾ സ്റ്റേജ് ആണ്. ഇനി 2ലേക്ക് പോകുമ്പോൾ 2 സ്റ്റേജ് ആയി, പിന്നെ എല്ലാം 2 സ്റ്റേജാണ്. 5 വരെ നമുക്ക് 2 സ്റ്റേജ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ 3 സ്റ്റേജ് ആയി മാറി. ഇനി ലാസ്റ്റ് പ്രൈം പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രൈമിൽ എത്തുന്ന സമയത്ത് 2 സ്റ്റേജ് ആണ്. നല്ല രീതിയിലും കൂടെ പഠിച്ചു വെക്കുക. പ്രൈം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ചോദ്യം വരുന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അഗ്നി എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ എല്ലാം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയല്ലേ, ഈ പറഞ്ഞ 3 എണ്ണം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3, 4 ചോദിച്ചിട്ടുണ്ടായിരുന്നു, 5ഉം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത മറ്റൊന്ന് വന്നതാണ് ന്യൂസിൽ വന്നൊരു സിസ്റ്റമാണ്, ഈ ടെക്നോളജിയാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി. കുറച്ച് വലിയൊരു ഇതായിരുന്നു, വലിയൊരു പേരുണ്ടെങ്കിലും മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ദിവ്യാസ്ത്ര എന്നുള്ള പേരിൽ, മിഷൻ ദിവ്യാസ്ത്ര. അപ്പൊ ആ ഒരു പേരിൽ വന്നാലും രണ്ടും ഒന്നാണെന്ന് ഓർക്കുക. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. പേരിൽ തന്നെ കാര്യമുണ്ട്. എന്താ ചെയ്യുന്നത്, ഒരാൾ തന്നെ പല മൾട്ടിപ്പിൾ ടാർഗറ്റ്സിലേക്ക് പോകാൻ പറ്റും. മൾട്ടിപ്പിൾ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാലോ, നമ്മളിപ്പോൾ ഒരാൾ തന്നെ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് അതിന്റെ വഴിയിൽ തന്നെയുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും, നമ്മൾ സാധാരണ മിസൈൽ ഇടുന്ന സമയത്ത് ഒന്ന് പോയിട്ട് അങ്ങോട്ട് പോയി വീഴുന്നതല്ലേ, അതിന് പകരം ഒന്നിൽ തന്നെ 2-3 എണ്ണമൊക്കെ പോയി പല ടാർഗറ്റിൽ പോയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ഇത് കൂടുതലാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലേ ഇതിൽ പറയുന്നത് നോക്കേണ്ടത്, ഇത് പറഞ്ഞല്ലോ നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും പോകുന്ന ഒരു സംഭവമാണ്. മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് പേര്. പിന്നെ ആർക്കൊക്കെ ഉണ്ട്, ഇതാണ് കുറച്ചും കൂടെ നോക്കുന്നത് നല്ലതാണ്. US-നുണ്ട്, റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്. ഇവർ 3 ആൾക്കും എപ്പോഴും ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഫ്രാൻസും UK-ക്കും ഉണ്ട്. ഇവർക്കൊക്കെയാണ് ഈ പറഞ്ഞ സാധനം ഉള്ളത്. ഇതിൽ ഈ പറഞ്ഞ 2 ആൾക്കാരും സീക്രട്ട് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളത് കൂടെ ഓർത്തേക്കുക. ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, തറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളും ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. മിഷൻ ദിവ്യാസ്ത്ര, അതുപോലെ തന്നെ MIRV. നരേന്ദ്രമോദിന്റെ ഒക്കെ ഈ വേർഡ്സ് ഒക്കെ ഇവിടെ കാണാമല്ലോ. അത് വെച്ചിട്ട് ന്യൂസ് കട്ടിങ്സ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അഗ്നി 5-ലാണ് ഈ പറഞ്ഞ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പൃഥ്വി മിസൈൽ. ഈ പൃഥ്വിയുടെ ഒരു കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. സർഫസ് ടു സർഫസ് ആണ് പൃഥ്വി എന്ന് പറയുന്നത്. 2 പൃഥ്വിയും അതുപോലെ അടുത്തായിരുന്നു അഗ്നിക്കായിരുന്നു സർഫസ് ടു സർഫസ് എന്ന് പറയുന്നത്. ഇതിൽ പൃഥ്വിയുടെ സർഫസ് ടു സർഫസ് കേസ് പറയാൻ വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത്, പൃഥ്വി കുറച്ചും കൂടെ ഭയങ്കര ഒരു അച്ചീവ്, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര അഭിമാനമുള്ളൊരു സാധനമാണ് പൃഥ്വിയുടെ കേസ്. അതെന്താന്ന് പറഞ്ഞുതരാം. അത് ഓരോന്നായിട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് മനസ്സിലാവും. ഇനി പൃഥ്വി എന്ന് പറയുന്നത് എന്താ ജസ്റ്റ് നോക്കിയേക്കാം. ഇത് ന്യൂക്ലിയർ കേപ്പബിൾ ആണ്. അതുപോലെ സർഫസ് ടു സർഫസ് ആണെന്ന് പറഞ്ഞു, ഷോർട്ട് റേഞ്ച് ആണെന്ന് പറഞ്ഞു, ബാലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ഇത്രയും കേസിൽ നോക്കണം ഏതൊക്കെയാണ് ഷോർട്ട് റേഞ്ച്, സർഫസ് ടു സർഫസ്, ബാലിസ്റ്റിക്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഇനി ഈ പൃഥ്വി തന്നെ 3 വേരിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1, 2, 3. ഇതില് ഇത് കണ്ടോ, പൃഥ്വി 1-ന്റെ എന്തിനാ 3 വേരിയൻസ് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ആർക്കാണ്? ആർമിക്കാണ്. 2 എന്ന് പറയുന്നത് എയർഫോഴ്സിനാണ്. 3 എന്ന് പറയുന്നത് നേവിക്കാണ്. ഇനി റേഞ്ച് എല്ലാം ഷോർട്ട് അല്ലേ, നോക്കിക്കേ. 150, 350, 350 അല്ലേ. പേലോഡ് നമുക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. പേലോഡ് നമുക്ക് ലാസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. അപ്പൊ ഈ പറഞ്ഞ പൃഥ്വിന്റെ കേസ് ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൃഥ്വിയുടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് വെച്ചാൽ, പൃഥ്വിക്ക് ഇതിൽ ലിക്വിഡ് ഫ്യൂവൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പൃഥ്വിയിൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫ്യൂവൽ ആണ്. ഓക്കെ, മറ്റേ നമ്മൾ പറഞ്ഞതായിരുന്നു സോളിഡ് അല്ലേ പറഞ്ഞേ. പൃഥ്വിയിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫ്യൂവൽ ആണ്. അതേ സമയത്ത് ലിക്വിഡ് മാറ്റി അതിന് പകരം സോളിഡ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു മിസൈലിനെ വിളിക്കുന്നതാണ് പ്രഹാർ. ഓക്കെ, പ്രഹാറും പറഞ്ഞു, പൃഥ്വിയും പറഞ്ഞു അല്ലെ. പൃഥ്വി എന്ന് പറയുന്നത് ലിക്വിഡ് ഫ്യൂവൽ ആണ്. അതുപോലെ നമ്മുടെ പ്രഹാർ എന്ന് പറയുന്നത് പൃഥ്വിന്റെ ഒരു സോളിഡ് ഫ്യൂവൽ വേർഷൻ ആണ്. അങ്ങനെ ഓർത്താൽ മതി. ഇനി ഇതിന്റെ സ്പീഡ്, പ്രഹാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് Mach 2 ആണ്.
മാക് 2 സ്പീഡ് വരും പ്രഹാറിന്റെ. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. പൃഥ്വി എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫ്യൂൽ വേർഷൻ ആണ്. പൃഥ്വിന്റെ സോളിഡ് ഫ്യൂൽ വേർഷൻ ആണ് പ്രഹാർ. പ്രഹാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക് 2 ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ തന്നെ മറ്റൊരു വേരിയേഷനും കൂടെ വരുന്നതാണ് പറയാനുള്ളത്. ഓക്കെ. ഇനി പ്രഹാറിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, നമ്മൾ പ്രഹാറിന്റെ കാര്യം പറഞ്ഞല്ലോ, പ്രഹാറിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് പ്രണാഷ്. ഓക്കെ. ഇതിന്റെ റേഞ്ച്, അതായത് പ്രഹാറിന്റെ റേഞ്ച് ഒന്ന് ഇൻക്രീസ് ചെയ്തു. വാല്യൂ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റേഞ്ച് ഇൻക്രീസ് ചെയ്താണ്. ഇപ്പൊ തന്നെ പൃഥ്വി തന്നെ പല പല വേരിയൻസ് വന്നില്ലേ, അതൊന്ന് ഓർത്ത് വെക്കുക. സെയിം സർഫസ് ടു സർഫസ് ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിൽ തന്നെ ഈ പ്രഹാറിന്റെ 2 വേർഷൻ ആണുള്ളത്. അതിലൊന്നാണ് പറഞ്ഞ പ്രണാഷ് എന്ന് പറയുന്നത്, മറ്റൊന്നാണ് പ്രഗതി. പ്രഗതിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് കേപ്പബിൾ ആണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് പ്രഗതി. പറഞ്ഞാൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. പൃഥ്വി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫ്യൂൽ വേർഷൻ ആണ്. അതിന്റെ സോളിഡ് ഫ്യൂൽ വേർഷൻ ആണ് പ്രഹാർ തന്നെ 2 വേർഷൻ ഉണ്ട്, പ്രണാഷും അതുപോലെ തന്നെ പ്രഗതി. ഇതിൽ പ്രണാഷ് എന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രഗതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് വേർഷൻ ആണ്. അതേ സാധനത്തിന് തന്നെ എക്സ്പോർട്ട് വേർഷൻ ആയിട്ടുള്ളതാണ് പ്രഗതി. ഇനി മറ്റൊന്നാണ് പറയാനുള്ളത്. ഒരു സെക്കൻഡ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതിൽ വേറൊരു വേർഷനും കൂടെ, ഒരു അപ്ഗ്രഡേഷനും കൂടെ നടന്നിട്ടുള്ളതാണ് K15 സഗാരിക എന്ന് പറയും. K15 അല്ലെങ്കിൽ സാഗരിക, പല പ്രൊണൗൺസിയേഷൻ ഉണ്ട്. നമ്മൾ മലയാളീസ് എങ്ങനെ പറയണമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ പറയുന്നത് സാഗരിക എന്നും പറയും, സഗാരിക എന്നും പറയും. ഈ 2 പേരിൽ അറിയപ്പെടുന്നതാണ് K15 സഗാരിക. ഓക്കെ. ഇത് നമ്മുടെ സബ്മറൈൻ വേർഷൻ ആണ്. ഓക്കെ. സഗാരിക എന്ന് പറയുന്നത് സബ്മറൈൻ വേർഷൻ ആണ്. ഓക്കെ. ഈ സബ്മറൈൻ വേർഷനിൽ ഇതിന്റെ റേഞ്ച് ഏകദേശം 600 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. 600 കിലോമീറ്റേഴ്സും ഇതും ന്യൂക്ലിയർ കേപ്പബിൾ തന്നെയാണ്, കാരണം ഓൾറെഡി എല്ലാം ന്യൂക്ലിയർ കേപ്പബിൾ ആണ്. ഇനി ഈ ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പൃഥ്വി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പൃഥ്വിന്റെ പൃഥ്വി എന്ന് പറയുന്നത് ലിക്വിഡ് ഫ്യൂൽ വേർഷൻ ആണ്. അതിന്റെ സോളിഡ് ഫ്യൂൽ വേർഷനിലേക്ക് നമ്മൾ പോയി, അതിനെ നമ്മൾ വിളിച്ചാണ് എന്ത്, പ്രഹാർ എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് ഈ പൃഥ്വിന്റെ തന്നെ ഒരു സബ്മറൈൻ വേർഷൻ ആണ് K15. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 600 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ഈ പറഞ്ഞ സബ്മറൈൻ വേർഷൻ ആയിട്ടുള്ള K15 തന്നെ ഒരു ലാൻഡ് വേർഷനിലേക്ക് പോയിട്ടുണ്ട്. അതാണ് ശൗര്യ. K15 ലാൻഡ് വേർഷൻ ഒരാളിൽ തന്നെ എത്ര എണ്ണം പോയതുണ്ടോ, ഇതിൽ നിന്ന് പോയതാണ് ശൗര്യ. ഓക്കെ. ശൗര്യ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ലാൻഡ് വേർഷൻ. ഇത് ഒന്ന് നോട്ട് ചെയ്ത്, ഇതിപ്പോൾ ലാൻഡായി അല്ലേ. K15 എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്, സബ്മറൈൻ വേർഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതേപോലെ നമുക്കിപ്പോൾ പ്രഹാർ പറഞ്ഞു. ഇങ്ങനെ എല്ലാവരുടെയും കൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ ന്യൂക്ലിയർ ട്രയാഡ് ഇപ്പോൾ അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ലാൻഡ്, എയർ, വാട്ടർ എല്ലാത്തിലും നമുക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള മിസൈൽസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ലാൻഡ്, എയർ, വാട്ടർ ഈ 3 എണ്ണത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള മിസൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ന്യൂക്ലിയർ ട്രയാഡ് അച്ചീവബിലിറ്റി എന്ന് പറയുന്നത്. ഇത് 2019 നമ്മൾ അച്ചീവ് ചെയ്തത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? പൃഥ്വി തന്നെ നമ്മൾ ഒരുപാട് വേരിയൻസ് പറഞ്ഞല്ലോ. പൃഥ്വി, പ്രഹാർ പറഞ്ഞു, ശൗര്യ K15 പറഞ്ഞു, അതിനുശേഷം ശൗര്യ. അപ്പൊ ഇത്രയും പറഞ്ഞതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു ഓർഡർ തന്നെ നോട്ട് ചെയ്ത് പോവാം. ഇവിടുന്ന് ഏതെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ K15 ചോദിക്കും, ശൗര്യ വേണമെങ്കിൽ ചോദിക്കും, സഗരിക ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. പ്രഹാറും ചോദിക്കും. പ്രഹാർ നമ്മൾ എന്തായാലും ന്യൂസിൽ വന്നിരുന്നു കേട്ടോ, ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ പ്രഹാർ ന്യൂസിൽ വന്നതാണ്, അതൊന്ന് നോട്ട് ചെയ്യണം. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, ന്യൂക്ലിയർ ട്രയാഡ് അച്ചീവ് എന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്ത ആരാണ്, ആകാശ് മിസൈൽ. ആകാശ് മിസൈൽ ഇതില് ന്യൂസിൽ വന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആകാശ് NG എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷൻ ആട്ടോ. ഈ ആകാശ് NG ആണ് ന്യൂസിൽ വന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ പറഞ്ഞ എല്ലാം നോക്കണേ. ഇതെന്താണ്, സെൽഫ് ഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സ്വയം അത് നശിച്ച് പൊക്കോളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലാതെ എന്താ, 2 സ്റ്റേജ് ആണ്. റാം ജെറ്റ് ഇതിനകത്തുണ്ട്. നമ്മൾ പറഞ്ഞ സ്ക്രാമും റാമും ഇല്ലേ, അതിലെ റാം ജെറ്റ് ഇതിനകത്തുണ്ട്. ഇനി സ്പീഡ് നോക്കിയേ 2.5. എന്താണ് നമ്മുടെ സൂപ്പർ സോണിക്. ഓൾട്ടിറ്റ്യൂഡ് മുകളിൽ പോകുന്ന അതാണ് ഉദ്ദേശിക്കുന്നത്, അത് വേണമെന്നില്ല. ഇതിൽ ഉപയോഗിക്കുന്ന ഇതാണ് പറഞ്ഞു വന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന റഡാർ ഏതാണ്, രാജേന്ദ്ര റഡാർ എന്നാണ് പേര്.
രാജേന്ദ്ര റഡാർ എന്നാണ് ഇതിന്റെ പേര്. ഇനി മറ്റു വേരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ആകാശ് NG അല്ലെങ്കിൽ ആകാശ് പ്രൈം എന്ന് മറ്റൊന്നുണ്ട്. ഈ ആകാശ് NG എന്ന് പറയുന്നതിന് എന്താണ്, റേഞ്ച് ആണ് കൊടുത്തേക്കുന്നത് 60 കിലോമീറ്റർ. ഇതിന് മുന്നേ എന്തായിരുന്നു, 30 കിലോമീറ്റേഴ്സ്. അതായത് സാധാ ആകാശ് മിസൈലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റേഞ്ച് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വെച്ചതാണ് ഈ പറഞ്ഞ ആള്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഈ ആകാശിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകാശ് NGയുടേതാണ് ന്യൂസിൽ വന്നത്. അത് നോട്ട് ചെയ്യുക, കൂടെ നമുക്ക് ആകാശ് എന്താണെന്നും കൂടെ പഠിച്ചു പോകണം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും പഠിക്കുക ഇതിലുള്ള കേസിൽ. പിന്നെ ഇതിൽ എന്താ, ഏത് രീതിയിലാണ്, എന്ത് മിസൈൽ ഫീച്ചർ ആണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഈ ആകാശ് NG ആണ്, ചിലപ്പോൾ ആകാശ് NGയുടെ റേഞ്ച് നമുക്ക് തെറ്റി തന്നേക്കാം. ഇത് ന്യൂസിൽ വന്നുകൊണ്ട് ആ തെറ്റി തരുന്നതിൽ അതിൽ ചിലപ്പോൾ ഒരു റെലവൻസ് വരും. കാരണം 13, 16 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാവുന്നല്ലേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, മറ്റെന്താണ്, പ്രളയാണ്. പ്രളയ മിസൈൽ വീണ്ടും ന്യൂസിൽ വന്നതാണ്. കണ്ടോ, ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. പ്രളയ മിസൈലിന്റെ ഇത് സർഫസ് ടു സർഫസ് ആണ് പ്രളയില്. ഇപ്പോ എന്താണ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അർമേനിയ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ടഡ് ഇൻട്രസ്റ്റഡ് ഇൻ അക്വയറിംഗ് ഇന്ത്യസ് പ്രളയ മിസൈൽ ഇൻ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അർമേനിയ അങ്ങോട്ട് നമുക്ക് ഇത് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓക്കെ, നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോട്ട് ചെയ്യണം. ഇതിലെ ഫീച്ചേഴ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന എന്തൊക്കെയാണ്, ഒന്ന് ഷോർട്ട് റേഞ്ച് ആണ്, പിന്നെന്താ ക്വാസി ബാലിസ്റ്റിക് മിസൈൽ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. സർഫസ് ടു അവിടെ ഇരിക്കട്ടെ. ഈ ക്വാസി ബാലിസ്റ്റിക് പറയുന്നതിന് മുമ്പ് നമുക്ക് ഷോർട്ട് റേഞ്ച് ആണ്, സർഫസ് ടു സർഫസ് ആണെന്ന് നോട്ട് ചെയ്തേക്കാം. പൃഥ്വി എന്തായിരുന്നു, സർഫസ് ടു സർഫസ്. അതുപോലെ തന്നെയാണ് പ്രളയം ഓർത്ത് വെച്ചാൽ മതി, സർഫസ് ടു സർഫസ് ആണ്. ഇത് ഷോർട്ട് റേഞ്ച് ആണ്, അതും എന്തായിരുന്നു, ഷോർട്ട് റേഞ്ച് ആണ്. ഇനി DRDO ആണ് ഒരുവിധം എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നല്ല ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയും, ഇതെല്ലാം വരുന്ന എല്ലാം DRDO തന്നെയാണ്. പിന്നെ ബേസ്ഡ് ഓൺ പൃഥ്വി, കണ്ടോ, പൃഥ്വിന്റെ തന്നെ ഒരു വേരിയന്റ് ആയിട്ട് തന്നെയാണ് ഇത് മറ്റൊരു രീതിയിൽ കാണുന്നത്. ഇനി എന്താ ഉള്ളത്, ഇതിൽ മറ്റ് എവിടെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, LACയും LOCയും ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാലോ, എവിടെയാണെന്നൊക്കെ അറിയാലോ. അപ്പൊ ചൈനയ്ക്കും പാകിസ്ഥാന്റെ ത്രെറ്റിനെതിരെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റ് മോട്ടർ ആണ്, അതായത് സോളിഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റേഞ്ച് കണ്ടോ 150 to 500 കിലോമീറ്റർ ആണ്. മറ്റേ വണ്ടിൽ ഓർമ്മ ഉണ്ടല്ലോ 150, 350 ഒക്കെ ആയിരുന്നു നമ്മുടെ പൃഥ്വിന്റെ, അത് ഏകദേശം അവിടെ തന്നെ വരുന്നുണ്ട്. കേപ്പബിൾ ഓഫ് ക്യാരിങ് കൺവെൻഷണൽ വാർ ഹെഡ്സ്. ഇവിടെ ഒന്നും അല്ല ശരിക്കും ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ സ്പീഡ് കണ്ടോ, മാക്സ് 6.1 ആണ് ഏകദേശം വരുന്നത്. എൻഗേജ് റഡാർ ഇൻസ്റ്റാളേഷൻ ഒക്കെ എതിരെ പോകാനുള്ള ഒരു റീസൺ ഉണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ക്വാസി ബാലിസ്റ്റിക് എന്ന് പറയുന്നതാണ്. ഈ ക്വാസി ബാലിസ്റ്റിക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ ട്രജക്ടറി ഇങ്ങനെ ഫോളോ ചെയ്യുക. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോയിട്ട് ടാർഗറ്റ് എത്തുന്നവരെ നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ആ ഫയർ ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാസി എന്ന് പറയുന്നത് എന്താ, ഫേക്ക് അല്ലെങ്കിൽ ഹാഫ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ബാലിസ്റ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വേണമെങ്കിൽ അതൊന്ന് ക്രൂസ് ആക്കി, ചെറിയ രീതിയിൽ ക്രൂസ് ആക്കി മാറ്റാം. അതായത് പോകുന്ന വഴിക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും രീതിയിലൊക്കെ ഇതിന്റെ പാത്ത് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അതാണ് ക്വാസി ബാലിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തില് നമുക്ക് ചോദ്യം വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്വാസി ബാലിസ്റ്റിക് ആയിട്ട് ആരും ഉള്ളത്, പ്രളയാണ്. ക്വാസി ബാലിസ്റ്റിക് എന്ന് പറയുന്നത് പ്രളയാണ്. പ്രളയം എന്ന് പറയുന്നത് പ്രളയം, നമ്മുടെ പ്രളയത്തിൽ നിന്ന് ഓർത്താൽ മതി. ക്വാസി ബാലിസ്റ്റിക് ആണ്. വലിയ രീതിയിലൊന്നും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നും ഉണ്ടാക്കില്ല, ആ രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതാണ് പ്രളയന്റെ കേസ്. ഇനി അടുത്ത ആരാ, വീണ്ടും നമ്മൾ ക്രൂയിസ് മിസൈൽസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ക്വാസി എത്തിയല്ലോ, അതിൽ നേരെ ക്രൂയിസ്. നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ബാലിസ്റ്റിക് ആണ്. ഈ പറഞ്ഞ ക്രൂയിസ് മിസൈൽസ് ഇത്ര എണ്ണമാണ് ഉള്ളത്. ഈ പറഞ്ഞതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ബ്രഹ്മോസ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബ്രഹ്മോസും 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ എല്ലാ ബ്രഹ്മോസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മോസിന്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ബ്രഹ്മപുത്രി മോസ് നദി. ബ്രഹ്മപുത്രിന്റെ ബ്രഹ്മ എന്നുള്ളതും അതുപോലെ മോസ് നദിയും. അപ്പൊ ആരുടെ കൊളാബറേഷൻ ആണ്, റഷ്യയും ഇന്ത്യന്റെ കൊളാബറേഷനിലാണ് ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതെന്താണ്, ക്രൂയിസ് മിസൈലാണ്. ഇതിന്റെ റേഞ്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെറിയ റേഞ്ചാണ്. ആ കൂടെ ഒരാളുടെ മാത്രമേ കുറച്ച് വലിയ റേഞ്ച് ഉള്ളൂ, നിർഭയ് എന്ന് പറയുന്ന ഒരാൾ. കണ്ടോ, ബാക്കി എല്ലാവരുടെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോ ബ്രഹ്മോസിന്റെ ഈ ഒരു വേരിയന്റ് മാത്രമേ കുറച്ചൊന്ന് വേരിയന്റ് ആ റേഞ്ച് കൂട്ടിയിട്ടുള്ളൂ, അതല്ലാതെ ബാക്കി എല്ലാവർക്കും റേഞ്ച് കുറവാണ്. ഇനി ഇത് പഠിക്കുന്നത് ഒരുപാടുണ്ടല്ലേ. ഇത് പഠിക്കുന്ന സമയത്ത് ബ്രഹ്മോസ് 1, 2, 3 നോട്ട് ചെയ്തേക്കുക. ഇതാണ് വേണ്ടത്. ഈ ഒരു ഇതും പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെന്താ ടൈപ്പ്, ഇതിന്റെ റേഞ്ച് എന്താ, ഇതന്നെ പഠിച്ചാൽ മതി. പറ്റുമെങ്കിൽ നിങ്ങൾ ഫുള്ള് പഠിച്ചാൽ അത്രയും നല്ലതാണ്. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഇനി നിർഭയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം കുറച്ചൊരു വേരിയന്റ് അല്ലേ. സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്, കാരണം സ്പീഡ് സബ്സോണിക് റേഞ്ചിലാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ ബാക്കിയുള്ള മിസൈൽസ് ആണ്. അസ്ത്ര, മൈക്ക,
അസ്ത്ര തന്നെ 3 ഉണ്ട്. അസ്ത്ര 1, അസ്ത്ര മാക് 1, മാക് 2. MK എന്താണെന്ന് അറിയാലോ, മാക് 1, മാക് 2, മാക് 3. അപ്പൊ ഈ ഒരു ഭാഗം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ഇതിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മിസൈൽസ് ഏതൊക്കെ ന്യൂസിലുള്ളതാണ്. ഇതുവരെ പറഞ്ഞ മിസൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും നമ്മൾ പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ ബേസിലുള്ള മിസൈൽസ് ആയിരുന്നു. ഇനി ബാക്കി മിസൈൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 3-4 കൂടെ, 2-3 കൂടെ, 3 ഇല്ല, 2-3 ഉള്ളൂ. അതിലൊന്നാണ് K4 മിസൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. K4ന്റെ K എന്ന് പറഞ്ഞാൽ കില്ലർ ആണ് കേട്ടോ, കില്ലർ 4 മിസൈൽ ആണ് ഇത്. ഓക്കെ, ഇതിൽ നോക്കേണ്ടത് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നാണ്, അതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്. കണ്ടക്ടഡ് ടെസ്റ്റ്. ഇത് ന്യൂക്ലിയർ കേപ്പബിൾ ആണ്. ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ കേപ്പബിൾ ആണ്. സബ്മറൈൻ, വീണ്ടും സബ്മറൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാലിസ്റ്റിക് ആണ്. ഓക്കെ, ഇനി ഏത് സബ്മറൈൻ എന്നാണ്? INS അരിഹാത്ത് എന്നാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞതെല്ലാം ക്ലിയർ ആണല്ലോ. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ന്യൂക്ലിയർ കേപ്പബിൾ ആണ്, സബ്മറൈൻ ആണ്, ബാലിസ്റ്റിക് ആണ്, അതുപോലെ INS അരിഹാത്ത് എന്നാണ് അത് അതായത് റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി K4 is a submarine launched ballistic missile. നമ്മൾ പറഞ്ഞല്ലോ, വേരിയന്റ് ഓഫ് ഏതാണ്? അഗ്നി 3ന്റെ വേരിയന്റ് ആണ്. അഗ്നി 3 ഓർമ്മ ഉണ്ടല്ലോ, അഗ്നി 3ന്റെ വേരിയന്റ് ആണ് ഈ പറഞ്ഞ K4. ഇനി ഇതിന്റെ റേഞ്ച് നോക്കിയേ, 3500 കിലോമീറ്റേഴ്സ്. ഈ പറഞ്ഞ എല്ലാം പഠിക്കണം കേട്ടോ, 3500 കിലോമീറ്റേഴ്സ്. സൈസ് പഠിക്കണ്ട, സൈസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പേലോഡ് ലെസ് ഇമ്പോർട്ടൻസ് ആണ്. സൈസ് പഠിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ പേലോഡ് ലെസ് ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇനി ഗൈഡൻസ് സിസ്റ്റം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാരണം നമ്മൾ നാവിക് ഉപയോഗിക്കുന്നുണ്ട്. GPS ഉണ്ട്, നാവിക്കും ഉണ്ട്. GPS നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആരുടെ അത്? അമേരിക്കയുടെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ നമ്മൾ അത്രയും ട്രസ്റ്റ്ഫുള്ളി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നാവിക്കും കൂടെ അതിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഏതാണ്? 2 സ്റ്റേജ് ആണ്. റോക്കറ്റ് ഫ്യൂൽ സോളിഡ് ആണ്. 2 സ്റ്റേജ് ആണ്, സോളിഡ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? K4ന്റെ പഠിക്കേണ്ട ഡയമെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫിക്കൽട്ട് ടു ബി ട്രാക്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ബൈ എനി ആന്റി ബാലിസ്റ്റിക് വെപ്പൻ. അല്ലേ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആര് ഡെവലപ്പ് ചെയ്തു? DRDO ഡെവലപ്പ് ചെയ്തു. ഇനി എന്തെങ്കിലും വേണോ അതിൽ പഠിക്കാൻ? ഇത്രയും പഠിക്കാൻ തന്നെ അത്യാവശ്യമുണ്ട്. എപ്പോഴും പഠിക്കേണ്ട ഡയമെൻഷൻ ആണ് പറയുന്നത്. നമ്മുടെ മിസൈൽ പഠിക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. റേഞ്ച് പഠിക്കുക. ഓക്കെ, റേഞ്ച് പഠിക്കുക. മൈസരം എല്ലാം ഇവിടെ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് റേഞ്ച് പഠിക്കണം, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആണെന്ന് പഠിക്കണം. ബാലിസ്റ്റിക് ആണെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി, അത് പഠിക്കണം. ഇനി എത്ര സ്റ്റേജ് ഉണ്ടെന്ന് പഠിക്കുക, പിന്നെ ഈ പറഞ്ഞതെല്ലാം പഠിക്കുക. ഇതാണ് ഇതിന്റെ രീതി കേട്ടോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന മിസൈലാണ് ഈ പറഞ്ഞത്. എന്താണ്? ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ. ഇത് നമ്മൾ ഇങ്ങനെ കാണും കേട്ടോ, അതാണ്ടോ LRLACM. ഇങ്ങനെ രീതിയിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ എക്സാമിന് അങ്ങനെ അബ്രിവേറ്റഡ് ആയിട്ടും തരാൻ ചാൻസ് ഇല്ല. നമ്മൾ കൂടുതലായിട്ടും ഫുള്ളി തന്നെ തരും. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് കാണുമ്പോൾ നമുക്ക് പേടി വരരുത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചാണ് MN റോയിൻ എന്ന് പറയുന്നതിന് പകരം അയാളുടെ പേര് ഫുൾ ആയിട്ട് കൊടുത്തിരുന്നു. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ എക്സാമിന് 24-ൽ. അപ്പൊ അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് അബ്രിവേഷൻ മാത്രം പഠിച്ചു പോകരുത്, എല്ലാത്തിനും ഫുള്ള് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് പഠിക്കാം. ഇതിൽ പഠിക്കേണ്ടത് എന്താണ്? വീണ്ടും സെയിം ഡയമെൻഷൻ തന്നെയാണ്. എന്തൊക്കെയാ വേണ്ടത്? ഇതെന്താണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ടത് ഇതില് ക്രൂയിസ് അല്ലേ, അപ്പോ അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഏവിയോണിക്സ് എന്ന് പറയുന്നത്. ക്രൂയിസ് എന്താണെന്ന് അറിയാലോ, നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണമെന്ന സമയത്ത് അതിന്റെ ഇടയിലൊക്കെ ഗൈഡ് ചെയ്യേണ്ടി വരും. ആ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആണ് ഏവിയോണിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഏവിയേഷൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സബ്സോണിക് ആണ്, പഠിക്കണേ, അത് വേണം. സബ്സോണിക് ആണ്. DRDOന്റെ ഏത് വിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി വേറെ ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, BDL പിന്നെ BL എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതിൽ ക്രൂയിസ് മിസൈൽ ആണ്, അതുപോലെ സബ്സോണിക് ആണ് എന്നുള്ള രീതിയിലും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ലോങ് റേഞ്ച് ആണ്, ഓൾറെഡി പേര് തന്നെ ഉണ്ട്. ഇതിൽ ഫുൾ എല്ലാം പേര് തന്നെ ഉണ്ട്. ലാൻഡ് അറ്റാക്ക് ആണ്, കാരണം അപ്പൊ ലാൻഡ് തന്നെയാണല്ലോ, പേര് തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷേ ബാക്കിയുള്ളവർ വരുന്ന സമയത്ത് നമ്മൾ അസ്ത്ര ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. അസ്ത്ര അതായത് ആ ടേബിളിലുള്ളതാണ്. ബ്രഹ്മോസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. ഇത് പുതിയൊരാളാണ്. ആരാണ്? രുദ്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇതില് അസ്ത്ര ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതിനും അപ്പുറത്തായിട്ടുള്ള ഒരാളാണ്. പിന്നെന്താ? എയർ ടു എയർ.
രണ്ടെണ്ണമാണ്. ബിയോണ്ട് വിസിബിൾ റേഞ്ചിൽ ആരാളെ അസ്ത്ര എറിയുന്നതെന്ന് പറഞ്ഞാൽ എയറിലേക്ക് നമ്മൾ എറിയുന്ന അസ്ത്രം എറിയുന്നത്, അതുപോലെയാണ് എയർ ടു എയർ ആണ്. പിന്നെ ഡെവലപ്പ് ചെയ്ത ആരാണ് നമുക്ക് നോക്കേണ്ട, റേഞ്ച് ഷോർട്ട് റേഞ്ചിലേ കിടക്കുന്നത് 80 to 110. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാനുവറിങ് സൂപ്പർ സോണിക് എയർക്രാഫ്റ്റ്, അതിനെ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രഹ്മോസിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഇന്ത്യയും റഷ്യയും കൂടെ ഉള്ളതാണ്. 2 സ്റ്റേജ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണെന്ന് പറഞ്ഞു. ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ ആണ്, ഫയർ ചെയ്യാൻ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർക്കേണ്ട, അത് പോയത് പോയി, പിന്നെ തിരിച്ച് കിട്ടൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലോങ് ഫ്ലൈറ്റ് റേഞ്ച് ആണ്, ലോ റഡാർ സിഗ്നേച്ചർ ആണ്. ലോ റഡാർ സിഗ്നേച്ചർ എന്താണെന്ന് അറിയാലോ, അതിൽ പെടാതെ പോകുന്ന ഒരു സംഭവം. ഓക്കെ, അതായത് ഇതിങ്ങനെ പോകുന്ന സമയത്ത് റഡാറിന്റെ ഇതിലൊന്നും പെടരുത്, അതിൽ ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നശിച്ചുപോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. ഇനി രുദ്രം എന്ന് പറയുന്നത് എന്താ, സോളിഡ് പ്രൊപ്പൽഡ് ആണ്, എയർ ലോഞ്ച്ഡ് മിസൈലാണ്. ഓക്കെ, സോളിഡ് ആണ് ഇതിന്റെ പ്രൊപ്പൽഷൻ, എയർ ലോഞ്ച് ആണ് ഇതിലുള്ളത്. പിന്നെ എയർ ടു സർഫസ്, അതാണ് എയർ ലോഞ്ച് ഉദ്ദേശിക്കുന്നത്. എയർ ടു സർഫസ് ആണ് രുദ്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കേണ്ടത് ആന്റി റേഡിയേഷൻ മിസൈലാണ് കേട്ടോ, ആന്റി റേഡിയേഷൻ മിസൈലാണ്. ഇനി ഏതിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളും ഇതിൽ നോട്ട് ചെയ്യാം, മറ്റു കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എയർ ടു സർഫസ് ആണ്, ആന്റി റേഡിയേഷൻ ആണ്. ഇത് മാത്രമാണ് രുദ്രമിന്റെ കേസിൽ നോക്കേണ്ടത്. ഇനി ഇതിന്റെ ഒരു പ്രോഗ്രാം ആണ്, ന്യൂസിൽ വന്നതാണ്, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് മിസൈൽസിനെ ഡിഫൻസ്, അതായത് അതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കി, ഈ താഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റനിൽ കണ്ടതല്ലേ. അപ്പൊ താഡ് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിരുന്നു, മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഡിഫൻസ് സിസ്റ്റം ആണ്. ഇതിൽ ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ഏരിയൽ അറ്റാക്ക് ലൈക്ക് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഡ്രോൺസ്, ജെറ്റ്, പിന്നെ മിസൈൽസ്, ഇതിനൊക്കെ എതിരെ നമ്മൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തതാണ്. അതിന് ഡിറ്റക്ട് ചെയ്യാം, ഏർലി വാർണിംഗ് തന്നെ വെച്ചിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ച് കളയാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ബാക്കി ആർക്കൊക്കെ ഉണ്ട് എന്നാണ് പഠിക്കേണ്ടത്. US-ന്റെ താടാണ്, അയൺഡോം ഇമ്പോർട്ടൻ്റ് ആയിരുന്നേ, നമ്മൾ അത്യാവശ്യം പറയാറുണ്ട്. അതുപോലെ US-ന്റെ മറ്റൊന്നാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. USA-ക്ക് ഉള്ളതാണ് പാട്രിയോട്ടും താടും. താട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അയൺഡോം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആണ്. ഇനി ഇതിന്റെ phase 1 ആണ്, റേഞ്ച് എത്രയാണ് പോകുന്നത്, 2000 കിലോമീറ്റർ വരെ. പിന്നെ phase 1 ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, phase 1 ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. phase 2 നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പൃഥ്വി എയർ ഡിഫൻസ് പാഡ് എന്ന് പറയും, അതല്ലാതെ അശ്വിൻ എയർ ഡിഫൻസും ഉണ്ട്. ഓക്കെ, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസും ഉണ്ട്. അങ്ങനെ 3 ഉള്ളത്. പിന്നെ സ്വാഡിഷ് റഡാർ എന്ന് പറയുന്നതാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഫേസിലുള്ള 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് നോട്ട് ചെയ്തതെന്ന്, പൃഥ്വി എയർ ഡിഫൻസ്, അശ്വിൻ എയർ ഡിഫൻസും, അതുപോലെ സ്വാഡിഷും, പൃഥ്വിയും അശ്വിനും. ഇനി phase 2 നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരുന്നത്. റേഞ്ച് എന്ത് ചെയ്തു, 2000 5000 ഇൻക്രീസ് ചെയ്തു. phase 2 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ റേഞ്ച് ഇൻക്രീസ് ചെയ്തു. പുതിയ ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കിയാൽ മതി. AD1 AD2 ആണ്, 2 മിസൈൽസ് ആണ്. AD1 എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആണ്, കാരണം 5000 എത്തിയില്ലേ. ലോങ് റേഞ്ച് മിസൈൽ ഡിസൈൻ ഫോർ ബോത്ത് ലോ എക്സോ അറ്റ്മോസ്ഫിയറിക്കും അതുപോലെ എൻഡോ അറ്റ്മോസ്ഫിയറിക്കും. എക്സോ എൻഡോ, അറ്റ്മോസ്ഫിയറിന്റെ അകത്തും പുറത്തും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യം നോട്ട് ചെയ്യാം. ഇനി AD2 എന്ന് പറയുന്നത് എന്താ, ഇന്റർസെപ്റ്റ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ആണ്. AD1 എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ആയിരുന്നു. AD2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റിലേക്ക് പോയി. ഇനി ആ റേഞ്ച് പഠിക്കണം എന്നില്ല, ഓർത്താൽ മതി. ഫസ്റ്റത്തെ വരുന്നത് ലോങ്ങും സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതും സെറ്റാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. ഒരു പ്രോബ്ലി ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും മോസ്റ്റ് പ്രോബ്ലി വരാൻ ചാൻസ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഏതൊക്കെ സിസ്റ്റംസ് ആണുള്ളത്, നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് ചെയ്തായിരുന്നു, സെക്കൻഡ് ഫേസിൽ എന്താണ്, സെക്കൻഡ് ഫേസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് 2000 ആയിരുന്നു അതിന്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റേഞ്ച് വീണ്ടും കൂട്ടി. ലോങ് റേഞ്ച് തന്നെയാണ്, ലോങ് റേഞ്ച് തന്നെ നമ്മൾ ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. അത് 5000 വരെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി AD1 AD2 വരുന്ന 2 മിസൈൽസ്. AD1 എന്ന് പറയുന്നതിന്റെ മിസൈൽ എന്താണ്, ലോങ് റേഞ്ച് തന്നെയാണ്. രണ്ട് രീതിയിലുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എക്സോ അറ്റ്മോസ്ഫിയറിക്കും ഉണ്ട്, എൻഡോ അറ്റ്മോസ്ഫിയറിക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇത് ആക്ച്വലി നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രീതിയിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിന്റെ എനർജി ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്. നമ്മൾ ഇത് കണ്ടില്ലേ, യൂസ് കോൺസെൻട്രേറ്റഡ് എനർജി ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് ഓർ പാർട്ടിക്കൽ ടെക്നോളജി റാദർ ദാൻ കൈനറ്റിക് എനർജി. എന്താ ഉദ്ദേശിക്കുന്നത്, ആ സ്പീഡിൽ പോയി ഇടിക്കുന്നതിന് പകരം ആ പാർട്ടിക്കിളിലെ ടെക്നോളജി, അതിപ്പോ നമ്മളിപ്പോ സയൻസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പാർട്ടിക്കിളിനും ഒരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ
കൊടുക്കുന്ന സ്പീഡിന് ഒരു എനർജി ഉണ്ട്, അങ്ങനെ ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ ആ സ്പീഡിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന ആ പാർട്ടിക്കിൾ എനർജിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ വെച്ചിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ ഡിഫൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതന്നെ നോക്കണ്ട. ഇതെന്താ? എമിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പിന്നെ പെനിട്രേറ്റീവ് വേരിയസ് മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദ വേവ് ലെങ്ത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആ ഒരു സ്പീഡിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തിനാ കൊടുത്തിട്ടുള്ളത്? ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ്. അതാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇതിൽ നോക്കേണ്ട രീതി ഏതാന്ന് മാത്രം പറഞ്ഞുതരാം. നമുക്ക് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മിലിറ്ററിക്ക് ഉണ്ട്, ലോ ഉണ്ട്, സ്പേസ് ഉണ്ട്, അതൊക്കെ അവിടെ നോട്ട്. അതൊന്നും നമുക്കല്ല വേണ്ട. നമുക്ക് വേണ്ട ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ഇന്ത്യ ഫോർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? പ്രോജക്ട്സ് നോക്കണേ. ദുർഗ 2 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്, അബ്രിവേഷൻ ആണ്. അല്ലാണ്ട് എന്താണ്? ഡയറക്റ്റഡ് അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ, ഇതാണ് ദുർഗ 2. ഇനി മറ്റൊന്നാണ് 2KW ഡ്യൂ സിസ്റ്റം. അത് ബെയിലിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇനി അതല്ലാതെ വരുന്നതാണ് ലാസ്റ്റെക് എന്ന് പറയുന്നത്, എന്നാൽ ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ. ഇത് ഡെവലപ്പ് ചെയ്തത് എന്തായിരുന്നു? ട്രൈ നേത്ര എന്ന് പറയുന്ന നേത്ര പ്രൊജക്ട് വേറെയാണ്. അതല്ലാതെ ഇതാണ് ട്രൈ നേത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ഇവർ ഡെവലപ്പ് ചെയ്തത്. മറ്റെന്തായിരുന്നു? ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഈ പറഞ്ഞ ലാബിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ഇനി മറ്റൊന്നാണ് കാലി, കിലോ ആംപിയർ ലീനിയർ ഇൻജക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലീനിയർ ഇലക്ട്രോൺ ആക്സിലറേറ്റർ ഫോർ ടാർഗറ്റിംഗ് ലോങ് റേഞ്ച് മിസൈൽ ഡെവലപ്പ് ബൈ DRDO ആൻഡ് ബാർക്ക്. ഈ പറഞ്ഞ പ്രോജക്റ്റിന്റെ പേരാണ് പഠിക്കേണ്ടത്. ഞാൻ അതെല്ലാം വായിച്ചു തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ട രീതിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാം വായിച്ചു തരുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് മാത്രം പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ദുർഗ 2 നോക്കുക, കാളി എന്താ നോക്കുക, അതുപോലെ ഈ പറഞ്ഞ ട്രൈനേത്ര എന്ന് പറയുന്നത് എന്താ നോക്കുക. ഈ പേരിന് സിസ്റ്റത്തിന്റെ പേരാണ്, അതുകൊണ്ട് വലിയൊരു ഇതൊന്നുമില്ല. സ്റ്റെപ്സ് ആണ്, ഏതൊക്കെ ഉണ്ടെന്നല്ല ചോദിക്കുന്നത്, എന്തിനൊക്കെ വേണ്ടി. ഈ ഡ്യൂ എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കേസിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ളതായിരിക്കും ഈ പറഞ്ഞ പേരുകളിൽ. പക്ഷെ ഇതുവരെ പറഞ്ഞ എല്ലാ പേരിലും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ്. എല്ലാത്തിനും കണ്ടോ ഒരു നമ്മുടെ ഹിന്ദു ഗോഡസിന്റെ ഒക്കെ ഒരു പേര് പോലെ ഉണ്ടാവും, ദുർഗയും അതുപോലെ തന്നെ കാളിയും ട്രൈനേത്രയും. ഇങ്ങനെ ഓർത്താൽ മതി. അതാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചതിന് ശേഷം നമുക്കിനി അങ്ങോട്ട് പോകാം, അടുത്തയിലേക്ക് പോകാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിനാക്ക എന്ന് പറയുന്നതാണ്. ഇത് റീസെൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാർഗറ്റ് ഒരേ ഇതിൽ തന്നെ വിടുന്നതിനെയാണ് പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ അത് ഓർത്താൽ മതി. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ചിത്രം ഓർത്ത് നോക്കിയാൽ കണ്ടോ, ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ തന്നെ എത്ര എണ്ണം വരുന്നറിയോ? ഏകദേശം 64 വരും. റെഡി ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇറ്റ് ഈസ് എ ബാറ്റിൽ പ്രൂവൺ ഓൾ വെദർ ഇൻഡയറക്റ്റ് ഏരിയ ഫയർ ആർട്ടിലറി വെപ്പൺ സിസ്റ്റം ആണ്. ഡെവലപ്പ് ബൈ DRDO ആണ്. പിന്നെ അതൊന്നും വേണ്ട, ഇതിപ്പോൾ നമ്മുടെ കാർഗിൽ വാറിന്റെ സമയത്ത് ഉപയോഗിച്ചായിരുന്നു. ഇനി എത്ര എണ്ണമാണ്? 64, 12 എണ്ണം നമുക്ക് ക്യാരി ചെയ്യാം. ബാറ്ററി കൺസിസ്റ്റ് ഓഫ് അതൊന്നും വേണ്ട. നമുക്ക് 6 ലോഞ്ചേഴ്സ് ഉണ്ടാവും. മൊത്തം 72 റോക്കറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ആ ഒരു വാല്യൂ ഒന്നും ഓർത്ത് വെറുതെ ബോദർ ചെയ്യണ്ട. 12 റോക്കറ്റ്സ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളത്, മൊത്തത്തിൽ 72 എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. അതിന്റെ പേര് നോക്കുക. പിനാക്ക എന്ന് പറയുന്നത് എന്തായിരുന്നു? മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ആണ്. പിന്നെ ഇനീഷ്യലി അൺഗൈഡഡ് ബട്ട് ദി പിനാക്ക ഗൈഡഡ് വേർഷൻ എന്ന് പറയുന്നത്, ഇനീഷ്യലി പോയത് നമുക്ക് ഗൈഡർ ഒന്നും അല്ലായിരുന്നു. അതായത് ആ മറ്റേ സംഭവം ഉണ്ടല്ലോ, അത് നോക്കാതെയാണ് വിട്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ GPS വേർഷൻസ് ഒക്കെ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി അയൺ ബീം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു അയൺ ബീമിനെ പറ്റിയിട്ട്. അതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആര് ഡെവലപ്പ് ചെയ്തു, ആ ഒരു പെർസ്പെക്റ്റീവിലാട്ടോ വരിക. ആര് ഡെവലപ്പ് ചെയ്തു? അയൺ ബീം എന്ന് പറയുന്നത് എന്തായിരുന്നു? അയൺ ഡോമിന്റെ ഒരു ഇതാണ്. ഓൾസോ നോൺ ആസ് മേഗൻ ഓർ ലൈറ്റ് ഷീൽഡ് ന്യൂ ഇസ്രായേൽ ബേസ്ഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. മിസൈൽ ഡിഫൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഡെവലപ്പ് ബൈ ഇസ്രായേൽ. ഓക്കെ, ഇതില് ഹൈ എനർജി ലേസർ വെപ്പൺ ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ഡയറക്റ്റഡ് എനർജി വെപ്പൺ ആണ് നോക്കേണ്ടത്. ഇതിൽ എപ്പോഴും നോക്കേണ്ടത് ഇങ്ങനെ പുറത്തുള്ള രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എവിടെ നോക്കിയാൽ മതി? ഏത് കൺട്രിയുടെ ആണെന്ന്, ഏതാണോ മിസൈൽ വരുന്നത് ആ കൺട്രിയുടെ പേര് നോക്കുക. അതല്ലാതെ അതിന് പുറമെ ഉള്ള കാര്യത്തിൽ വലിയ എഫേർട്ട് ഇടണ്ട. ഇന്ത്യയുടെ കേസ് ആണെങ്കിൽ മാത്രം ഒന്ന് ഡെപ്തിൽ പോയാൽ മതി. ഇനി ഇത് മറ്റൊന്നാണ്, ഇതിൽ പേര് തന്നെ ഉണ്ട്. എന്താണ്? സാത്താൻ. ഈ സാത്താൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പേരിട്ടിരിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ് ആണ് ഇതിനെ
സാത്താൻ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ശരിക്കുള്ള പേര് RS-28 സാമ്രാട്ട് എന്നാണ്. ഓക്കെ, സാമ്രാട്ട്. നമ്മുടെ സാമ്രാട്ട് എന്ന് പറയുമ്പോൾ തന്നെ എവിടെ പോകണം? റഷ്യയുടെ ആണേ. റഷ്യേൻ്റെ ആയതുകൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസ് അവർക്ക് എന്ത് പേരിട്ടത്? ഇതിന് പേരിട്ടത് സാത്താൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ പെർസ്പെക്റ്റീവിൽ മാത്രം ഒന്ന് ഓർത്താൽ മതി. സാത്താൻ എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നു? സാത്താൻ എന്ന് പറയുന്നത് സാമ്രാട്ടിന്റെ മറ്റൊരു പേരാണ്. അതിൽ റഷ്യ ഡെവലപ്പ് ചെയ്താണ്, ഓർത്താൽ മതി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? ലിക്വിഡ് ഫ്യൂവലാണ്, ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ബൈ റഷ്യ. പിന്നെ സാമ്രാത്യൻ പീപ്പിൾ എന്നൊക്കെ പറയുന്ന അവരുടെ പേരിലാണ് വന്നത്, നോക്കണ്ട. ബെസ്റ്റ് ആണ് ഇവരെന്ത് ചെയ്തത്? സാത്താൻ 2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേഞ്ച് കണ്ടോ എത്ര വലിയ റേഞ്ച് ആണെന്ന്? 18,000 കിലോമീറ്റേഴ്സിന്റെ റേഞ്ച് ആണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അത്രയും പറഞ്ഞിട്ടുള്ളത്, അത്രയും അതിനെ സാത്താൻ എന്നുള്ള പേര് വിളിക്കാൻ തന്നെ. അതുപോലെ ലോഡ് അപ് ടു 10 ഹെവി ന്യൂക്ലിയർ വാർ ഹെഡ്സും 16 സ്മോളർ വൺസും, ഇത്രയും സാധനങ്ങൾ, നമ്പറല്ല ഉദ്ദേശിക്കുന്നത്, അത്രയും സാധനങ്ങളും കൊണ്ടാണ് പോകുന്നത്. ഇത് കണ്ടോ ഈ ചിത്രം? ഇതാണ് അത്. ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ് എന്ത്? സാത്താൻ. ഓക്കെ, ഇനി നാഗ്. ഇനി അങ്ങോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ടാങ്ക് ആണ്. നാഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആന്റി ടാങ്ക്. ആന്റി ടാങ്ക് എന്തായിരുന്നു? ഈ സാധനം ഇതിനല്ലേ നമ്മൾ ടാങ്ക് വിളിക്കുന്നത്, ഇതിനെ ഇല്ലാതാക്കുന്നതാണ് ആന്റി ടാങ്ക്. പക്ഷെ ഇത് നാഗാണ്. ഇതൊക്കെ നാഗാണ്. ഈ നാഗിനെ കൊണ്ടുപോകുന്ന സാധനത്തിനാണ് നമ്മൾ വിളിക്കുന്നത് നമിക. നാഗിനെ ക്യാരി ചെയ്യുന്ന ആ ക്യാരിയറിനെ വിളിക്കുന്നതാണ് നമിക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ വെതർ ആണ്. ഇതെല്ലാ പോയിന്റ്സും പഠിക്കണേ. ഇതിൽ ഓൾ വെതർ ആണ്, എല്ലാ വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ്. ഓക്കെ, ഫയർ ആൻഡ് ഫോർഗെറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് ആർമി വേർഷൻ ആണേ. അങ്ങനെയാണെങ്കിൽ നമിക. ഇനി അതേ സമയത്ത് ഹെലികോപ്റ്ററിലാണ് ഈ നാഗ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എയർഫോഴ്സ് വേർഷൻ, ആർമി വേർഷനിൽ നമ്മൾ ഹെലിന എന്ന് വിളിക്കും. അതേ സമയത്ത് നമ്മൾ ഇതേ ഹെലികോപ്റ്ററിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന എയർഫോഴ്സ് വേർഷനെ വിളിക്കുന്നതാണ് ധ്രുവാസ്ത്ര. നോട്ട് ചെയ്തേക്കണേ. ആർമി വേർഷനെ ഹെലിന എന്നും എയർഫോഴ്സ് വേർഷൻ എന്ന് പറയുന്നത് ധ്രുവാസ്ത്ര എന്ന് പറയും. എന്തിലാണ് വെച്ചേക്കുന്നത്? ഹെലികോപ്റ്ററിലുള്ള നാഗ്, അതാണ് ഹെലിന. അതെന്തായിരുന്നു? നാഗ് എന്ന് പറയുന്ന ആരുടെ ആയിരുന്നു? ആർമിയുടെ അല്ലേ? ആർമി, അതിന്റെ ഹെലിന. ഇനി അതേ സമയത്ത് അതിന് എങ്ങോട്ട് പോയി? എയർഫോഴ്സിലേക്ക് പോകുമ്പോൾ ധ്രുവാസ്ത്ര. അസ്ത്ര എന്ന് പറയുന്നത് എയറിലാണെന്ന് ഓർത്താൽ മതി, അപ്പോൾ കിട്ടും. ഇനി ഹെലിനയുടെ തന്നെ 4th ജനറേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് സന്ത്. ഭയങ്കര എന്താ പറയുന്ന ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന്റെ ഫുൾ ഫോം ഇങ്ങനെ പേര് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. സ്റ്റാൻഡ് ഓഫ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആണ് ഇതിന്റെ പേര്. അങ്ങനെ കാണുമ്പോൾ സന്ത് എന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് ഓർത്ത് വെക്കുക. ഐ മീൻ 2 പേര് പഠിച്ചു വെക്കണേ. ഇനി ഇപ്പോൾ നമുക്ക് ന്യൂസിൽ വന്നേക്കുന്നത് എന്താണെന്ന് നോക്കേണ്ടത്. ഈ റെഡ് കൊടുത്തേക്കുന്നതാണ് ന്യൂസിൽ വന്നത്. ന്യൂസിൽ വന്നതാണ് നാഗ് മാക് 2 മിസൈൽ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ 3rd ജനറേഷൻ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ്. നാഗിന്റെ 3rd ജനറേഷൻ ആണ്. ഹെലീനയുടെ അല്ല. ഹെലീനയുടെ 4th ജനറേഷൻ എന്താ വെച്ചാൽ സന്തുന. പക്ഷെ നാഗിന്റെ 3rd ജനറേഷൻ എന്ന് പറയുന്നത് ഏതാ? നാഗ് മാക് 2 ആണ്. ഓക്കെ, ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും വലിയ ഇത് നോക്കണ്ട. നമ്മൾ വീണ്ടും പ്ലാറ്റ്ഫോം കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമികയെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. നോക്കണ്ടത് ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. നാഗ് മാക് 2. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ടുള്ള ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സിനേക്കാൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു ടോപ്പിക്സ്. നമുക്ക് അതുകൊണ്ട് വെറുതെ എന്താ സർഫസിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇതിൽ അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ്. ഇതിൽ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പൻസീർ S1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൻസീർ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പൻസീർ S1 എന്നുള്ള രീതിയായിരിക്കും പറയാ. അത് അതിന്റെ ഈ റേഞ്ച് ഒന്നും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് അത് എയർ ഡിഫൻസ് സിസ്റ്റം ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊന്ന് അതേപോലെ തന്നെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ് വീസ് റോഡ്സ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. വീസ് റോഡ്സ് അതിന് യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ നോക്കുക. വീസ് റോഡ്സ് ഉണ്ട്. അതുപോലെ മൻപത് എന്ന് പറയുന്നതൊക്കെ ഇതിന്റെ ഒരു ഡെവലപ്പ് ചെയ്ത ഒരു വിങ് ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, മറ്റൊന്ന് രീതിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി. പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആകാശ് തീര, അതുപോലെ തന്നെ സീ ഡോം ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന 2 ഇനി ഇത് ആരുടെയാന്ന് പഠിച്ചാലും മതി. ഡാർക്ക് ഈഗിൾ ആന്റി മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത് ആരുടെയാന്ന് പഠിച്ചാൽ മതി. അത് US-ന്റെ ആണ്. ഈഗിൾ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും US-ന്റെ ആണ്. ഓക്കെ, അതും ഇങ്ങനെ ഈ രീതി നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്രയ്ക്ക് വലിയ ഇതായിട്ട് നോക്കണമെന്നില്ല. ഇനി ബാക്കി ആർക്കൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആന്റി ഡിഫൻസിലെ കേസിൽ തന്നെ നമ്മൾ അയൺ ഡോം ഒക്കെ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ ഡാർക്ക് ഈഗിൾ എന്ന് പറയുന്ന ഒന്നും കൂടി വരുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് കുറച്ച് നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ധ്രുവ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ. ഇനി അങ്ങോട്ട് ഫുള്ള് എയർക്രാഫ്റ്റിന്റെ കേസാണ്. ധ്രുവ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ കേസാണ്. ഇതിൽ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണ്. ഇതിന് മൾട്ടി പർപ്പസ് ഉണ്ട് കണ്ടോ. റെസ്ക്യൂ മിഷന്, അറ്റാക്ക് മിഷനും അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻസിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇതിന്റെ വേരിയൻസ് ഒന്നും
ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. അത് നോക്കുക. പിന്നെ ഇതിൽ എവിടെയൊക്കെ നമ്മളിത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ബൊളീവിയ, മ്യാൻമാർ, ഇസ്രായേൽ, മാൽദീവ്സും നേപ്പാളും. നമ്മുടെ അടുത്തുള്ള എല്ലാവരും ഉണ്ട്, കൂട്ടത്തിൽ ഒരാളും കൂടി ഇസ്രായേലും ബൊളീവിയയിലേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ LCA തേജസ് എന്ന് പറയുന്ന തേജസ് മുമ്പ് എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതിന്റെ തന്നെ ഒരു വേർഷൻ വന്നിരിക്കുകയാണ്. അതാണ് LCA തേജസ് Mark 1A എന്ന് പറയുന്നത്. അതിൽ നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഡെവലപ്പ് ചെയ്ത് നോക്കിയേക്കാം, ഇത്ര മതി, അതിൽ കൂടുതൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറെ ഒന്നാണ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ LCH എന്ന് പറയുന്നത്. മറ്റേ എയർക്രാഫ്റ്റ് ആയിരുന്നു, ഇത് ഹെലികോപ്റ്റർ ആണ്. രണ്ടിന്റെ ഏകദേശം ഒന്ന് തന്നെ. ഇതില് എയർ ടു ഗ്രൗണ്ടും എയർ ടു എയർ മിസൈൽസ് ഫയർ ചെയ്യാനുള്ള കഴിവുള്ളതാണ്. ഇനി വേറൊന്നാണ് MH-60R എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ US-ന്റെ ആണ്. US-ന്റെ ഇന്ത്യ വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്ന എയർക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് വന്നത്. അതിന്റെ ചില കാര്യങ്ങൾ നോക്കേണ്ടത് ആന്റി സബ്മറൈൻ വാർഫെയറിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആന്റി സർഫസ് വാർഫെയറിനും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലും കൂടെ നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന്റെ കേസിൽ നോക്കേണ്ടത്. ഇനി നമ്മുടെ ഈ പറഞ്ഞ കാര്യം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ്, കുറച്ചല്ല അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ബക്ഷീർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബക്ഷീർ എന്ന് പറയുന്ന പേര് എവിടെ നിന്നാ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡ് ഫിഷിന്റെ പേരിലാണ് ഇത് വന്നേക്കുന്നത്. പ്രിഡേറ്റർ ആണ്, അണ്ടർ വാട്ടറിലായിട്ടുള്ള ഒരു പ്രിഡേറ്റർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ബക്ഷീർ എന്ന് പറയുന്നത് ഒരു കാൽവറി ക്ലാസിന്റെ 6th ബാച്ചിൽ വരുന്ന ഫസ്റ്റ് ബാച്ചിൽ 6 കാൽവറി ക്ലാസ്സിൽ വന്ന ഒരാളാണെന്നുള്ള രീതി നോട്ട് ചെയ്യുക. ബാക്കിയുള്ളത് ഏതാന്ന് നോക്കുക. കാൽവറി ക്ലാസ്സിലെ ബാക്കി ഏതൊക്കെയാണ്? കണ്ടേരി, കാരാഞ്ച്, വേല ആൻഡ് ബഗീർ എന്ന് പറയുന്നതെല്ലാം കൂടെ. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക, എന്തിന്റെയാണ്, ഏത് ക്ലാസ് ആണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാം ഒന്ന് വായിച്ചു പോയാൽ മതി. ഇനി വേറെ ഉള്ളത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കമ്മീഷൻ ചെയ്ത ആൾക്കാരാണ്. ബക്ഷീറിന്റെ കൂടെ തന്നെ ഉള്ളതാണ് നീൽഗിരിയും സൂറത്തും. അപ്പൊ ഇത് നോക്കണം. ഇതിൽ നീൽഗിരി എന്ന് പറയുന്നത് ഫൈനൽ ഷിപ്പാണ് നമ്മുടെ, അതായത് ലാസ്റ്റ് കമ്മീഷൻ ചെയ്താണ് സൂറത്ത് എന്ന് പറയുന്നത്. പിന്നെ നീൽഗിരി എന്ന് പറയുന്നത് ലീഡ്ഷിപ്പ് ഓഫ് പ്രോജക്ട് 17A എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഫ്രിഗേറ്റ്സിലാണ് കേട്ടോ വരുന്നത്. ഫ്രിഗേറ്റ്സ്, കോവറ്റ് എന്നൊക്കെ പറഞ്ഞ പലതും ഉണ്ട്. ഫ്രിഗേറ്റ്സിലാണ് നീൽഗിരി എന്ന് പറയുന്നത്. ഡിസ്ട്രോയർ ആണ് സൂറത്ത് എന്ന് പറയുന്നത്. ബക്ഷീർ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ കേസിൽ സബ്മറൈനിൽ ഇതിൽ വരുന്നതാണെന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ഏരിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോവാം. ബക്ഷീർ എന്തായാലും നോട്ട് ചെയ്യണം. ബക്ഷീറിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ. ഇനി ബാക്കിയുള്ളതും കൂടെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ S4 എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. S4 ഉണ്ട്, INS കിൽത്താൻ ഉണ്ട്, അതുപോലെ അഭയ് ഉണ്ട്. ഇവര് പേരൊന്ന് നോട്ട് ചെയ്യുക, എന്താണെന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ്, SSB എന്നൊക്കെ പറയും. ഇനി അതേപോലെ ഇത് പ്രോജക്ട് ചെയ്താൽ നോക്കേണ്ട ഈ പറഞ്ഞ ഷിപ്പിന്റെ പേര് നോക്കി, ഏത് ഷിപ്പിലാണ് പോകുന്നതെന്ന്. കമോർത്ത എന്ന് പറഞ്ഞ ക്ലാസ് ഷിപ്പിലാണ് പോകുന്നത്. ഇനി ഇവിടെ ഇതും ആന്റി സബ്മറൈൻ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം മതി ഇങ്ങനെ കൊടുത്തേക്കുന്നതിൽ മാത്രം. അതല്ലാതെ ബക്ഷീറാണ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കേണ്ടത്. ഇനി വേറെ ഇതാണ്, നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ ജസ്റ്റ് ആ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം അറിഞ്ഞ് പോകേണ്ടതാണ്. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ സബൽ 2 എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഡ്രോൺ ആണ്, ഒരു തരം ഡ്രോൺ ആണ്. അൺമാൻഡ് എയർ വെഹിക്കിൾ എന്ന് പറയുന്നതാണ് ഇത്. ഈ ഡ്രോണ് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. എൻഡ്യൂർ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറാണ് ഉണ്ടാക്കി തന്നേക്കുന്നത്. പിന്നെ ഇതിനേക്കാളും അതിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സബൽ 20 എന്ന് പറയുന്നത് അതേപോലെ വെർട്ടിക്കൽ ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിങ്ങിനും കേപ്പബിലിറ്റി ഉണ്ട്. മുകളിലേക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ പോകുന്നതിന് പകരം വെർട്ടിക്കൽ ടേക്ക് ഓഫിനും വെർട്ടിക്കൽ ലാൻഡിങ്ങിനും കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് സബൽ. പേര് കൺഫ്യൂഷൻ ആവരുത്, വേറെ ഒന്നും കൂടെ വരുന്നുണ്ട് ഈ S വെച്ചിട്ട്, രണ്ടും കൺഫ്യൂഷൻ ആവരുത്. സബൽ 20 എന്ന് പറയുന്നത് ഒരു നമ്മൾ ഹെലികോപ്റ്റർ എന്നുള്ള പേരിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അൺമാൻഡ് ഹെലികോപ്റ്റർ എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഓർത്താൽ മതി എന്താണെന്ന്, നമ്മുടെ ഒരു ഏരിയൽ വെഹിക്കിൾ ആണ്, അല്ലെങ്കിൽ ഡ്രോൺ എന്നുള്ള രീതിയിലും ഓർത്താൽ മതി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് അതേപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ പേരുകളാണ്. വീണ്ടും ഒരു അൺമാൻഡ് ആയിട്ടുള്ള വെഹിക്കിളുടെ പേരുകൾ ആണ്. ഹെർമിസ് 900 അതുപോലെ FWD 200B എന്ന് പറയുന്നത്. പേരുകളൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. യൂറോഡ്രോൺ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും യൂറോഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്റെ ബേസിൽ വന്നതാണ്. അതായത് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിന് യുഎസിന് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി അവർ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവരൊരു പ്രോഗ്രാം ആണ് യൂറോഡ്രോൺ എന്ന് പറയുന്നത്. യൂറോഡ്രോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളക്റ്റീവ് ഡിഫൻസ് സ്ട്രാറ്റജി റെഡ്യൂസിംഗ് ദ റിലയൻസ് ഓൺ US ആൻഡ് ഇസ്രായേലി പ്ലാറ്റ്ഫോം സച്ച് ആസ് റീപ്പർ ആൻഡ് ഹെറോൺ ഡ്രോൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം ആ പ്രോഗ്രാം എന്താണെന്നാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി വേറെ ഒന്ന് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇന്ത്യ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ ന്യൂസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഇമ്പോർട്ടൻസ് വന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഒരു
ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വന്നത്. യൂറോട്രോൺ പ്രോഗ്രാമിലേക്ക് പോകാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. യൂറോട്രോൺ പ്രോഗ്രാമിൽ ബാക്കി മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ. ഈ പറഞ്ഞ 4 ജർമ്മനി, ഫ്രാൻസും, ഇറ്റലി, സ്പെയിനും. ആ ഏരിയയിലുള്ള എല്ലാവരും ഉണ്ടെന്നുള്ളത് ഓർത്താൽ മതി. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി 3 പേരും, പിന്നെ ഇറ്റലി എന്ന് പറയുന്ന ആളും കൂടെ. ഓക്കെ, യൂറോട്രോൺ പ്രൊജക്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. അതിൽ യൂറോട്രോണിന്റെ മറ്റൊരു പേരും കൊടുത്തിട്ടുണ്ട്. ആ പേരിലാണ് നമുക്ക് ന്യൂസിൽ വന്നിട്ടുള്ളത്. എന്താണ്? മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം. വലിയ പേരാണ്. മെയിൽ ആർപാസ് എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതും യൂറോട്രോണും ഒന്നാണെന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി മറ്റൊന്നാണ് സ്വാം ഡ്രോൺസ്. ഈ സ്വാം ഡ്രോൺസ് എന്ന് ഉദ്ദേശിക്കുന്ന സ്വാംസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഈ പറഞ്ഞ പ്രാണികളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കുറേ എണ്ണം വരുന്നത് പോലെ, അതിനെയാണ് ഈ സ്വാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാം ഡ്രോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതുപോലെ 3-ൽ കൂടുതലോ അല്ലെങ്കിൽ 1000 വരെ അത്രയും ഡ്രോൺസ് ഒരുമിച്ച് വന്നിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി വരുവാണെങ്കിൽ അതിനാണ് സ്വാം ഡ്രോൺസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ 3-ൽ കൂടുതൽ വരാം കേട്ടോ. അറ്റ്ലീസ്റ്റ് 3 and up to 1000 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പെർഫോം മിഷൻ കോപ്പറേറ്റീവ്, എല്ലാം ഒരുമിച്ച് തന്നെയാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്. ലിമിറ്റഡ് നീഡ് ഫോർ ഹ്യൂമൻ അറ്റൻഷൻ ആൻഡ് കൺട്രോൾ. ഹ്യൂമൻ അറ്റൻഷൻസ് പ്രത്യേകിച്ച് കൊടുക്കണ്ട, കാരണം അവരത് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിപാടി അവർ ചെയ്തിട്ട് വന്നോളും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യന്റ് ആൻഡ് റോബസ്റ്റ് എന്ന് നോക്കണ്ട, ഇതാണ് ഇൻ പാരലൽ വിത്തൗട്ട് ഹ്യൂമൻ സൂപ്പർവിഷൻ വരെ പോകാനുള്ള ചാൻസ് ഉള്ളതാണ്. പിന്നെ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ഇഫ് ഇൻഡിവിജ്വൽ ഡ്രോൺസ് ബിക്കം ഇൻഓപ്പറബിൾ. അതിൽ ഇത്രയും 1000 ഒരാൾ വർക്ക് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യാതെ പോവില്ല. കോപ്പറേറ്റീവ് ആയിട്ട് പോവുകയാണെങ്കിലും ഒരാൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മറ്റാളൊന്നും വർക്ക് ചെയ്യാതിരിക്കാനും ചാൻസ് ഇല്ല, എല്ലാവരും വർക്ക് ചെയ്യും. അങ്ങനെ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ഈ സ്വാം ഡ്രോൺസിന്റെ കേസ് എന്താ പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. അതിന് മുന്നേ ഈ സ്വാം ഡ്രോൺസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ മറ്റേ സ്വാംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പ്രാണികളെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന പോലത്തെ ഒരു സാധനം, അതിന് ആ രീതിയിൽ സങ്കല്പിച്ച് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഡ്രോൺസിന്റെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. MQ-9B ഡ്രോൺസും നാഗാസ്ത്ര എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി കാവേരി ക്ലാസ് എഞ്ചിൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാവേരി ക്ലാസ് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഷൻ ആണ്. കാവേരി ക്ലാസ് ഡെറിവേറ്റീവ് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാലേ, ഇതിന്റെ ഈ പറഞ്ഞ ത്രസ്റ്റ് നോക്കുക, അതുപോലെ ഈ പറഞ്ഞത് ആരുമായിട്ടുള്ളതാണ് കൊളാബറേഷനിലാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതല്ല. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ G20 ആ ഒരു കേസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. പക്ഷേ ഈ അടുത്തൊരു ചെറിയൊരു ന്യൂസ് വന്നുകൊണ്ട് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ കുറച്ചും കൂടെ റെലവൻസ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ സെബെക്സ്. ഈ സെബെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിബെക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോസീവ് ആണെന്ന് നോക്കുക. വേറെ ഒന്നുമല്ല, എക്സ്പ്ലോസീവ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ TNT-നേക്കാളും ഭയങ്കര പവർ ഉള്ളതാണ്. 2 times ഡെഡ്ലി ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലോസീവ് ആണെന്നുള്ള രീതിയിലുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മുടെ തലയിലേക്ക് പോകേണ്ടത്. മറ്റു കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഒന്ന് വായിച്ചു പോകണം, നല്ലതാണ്. കാരണം നമുക്ക് ഒരുപാട് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വായിക്കുമ്പോൾ എല്ലാം മറന്നു. അതിനേക്കാൾ നല്ലതാണ് എല്ലാം കൂടെ ഒന്ന് വായിച്ചു പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. സെബെക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലോസീവ് ആണ്. ഓക്കെ, പവർഫുൾ നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ്. പിന്നെ സോറാവാർ ടാങ്ക്സ്, ഇത് ആരുടെ പേരിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സോറാവാർ സിംഗ് കാലൂരിയ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ജമ്മു കാശ്മീരിലെ രാജ ഗുലാബ് സിംഗിന്റെ ഒരു മിലിറ്ററി ജനറലിന്റെ പേരാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ടാങ്കിന്റെ പേരിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോറാവാർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എവിടേക്ക് പോകാം. ഇത് മാപ്പ് ചെയ്യുമ്പോൾ, ഇതിന്റെ ക്വസ്റ്റ്യൻ മാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ കൾച്ചറിലേക്കോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ഏരിയ ആണ്. ഓക്കെ, ഇത് ആ രീതിയിലാണ് നോക്കേണ്ടത്. സ്റ്റിൽ ഞാൻ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിന്. കാരണം കാശ്മീരിലല്ലേ, ആ ഒരു ടെറൈനൊക്കെ ഓർത്താൽ മതി. അപ്പൊ ഏത് രീതിയിലുള്ള വാലീസിലാണെങ്കിലും ഹിൽസിലാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ AI ഉണ്ട്, എല്ലാ രീതിയിലുള്ള മോഡേൺ ടെക്നോളജീസ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ സോറാവാറിൽ. ടാങ്ക് ആണേ. ഇനി അടുത്തത് ഗൗരവ് എന്ന് പറയുന്നത്. ഗൗരവ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഗൈഡഡ് ബോംബാണ്. ഓക്കെ, ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എയർ ടു സർഫസ് ആണ്. പിന്നെ നോക്കേണ്ടത് ഇന്റഗ്രേറ്റ് വിത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്. ഓഫ് കോഴ്സ് എന്തായാലും എയറിനല്ലേ പോകുന്നത്, അപ്പൊ എന്തായാലും ഇത് വേണം തന്നെ ഓർത്താൽ മതി. പിന്നെ RBIയിലെ ഇമാരത്ത് എന്ന് പറയുന്ന ഒരു RCI എന്ന് പറയുന്ന ഒരു ഇതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഗൗരവ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ അത് ഗ്ലൈഡ് ബോംബാണേ. ഓക്കെ, ഇനി അഭേദ് എന്ന് പറയുന്നത് ഒരു ജാക്കറ്റ് ആണ്. അതായത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ് ആണ്. ഈ
ജാക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹൈ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിട്ട് മെറ്റീരിയൽ നമുക്ക് നോക്കേണ്ടതാണ്. ഇൻഡിജിനിയസ്ലായിട്ട് നമുക്ക് ബോറോൺ കാർബൈഡ് സെറാമിക് മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ക്ലാസ് BIS ക്ലാസ് 5 ഉണ്ട്, ലെവൽ 5 ഉണ്ട്, ലെവൽ 6ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്, അഭേദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് സ്മാർട്ട് സിസ്റ്റം. നമ്മൾ ടോർപിഡോസിനൊക്കെ എന്താ പറയുന്ന റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള സ്മാർട്ട് സിസ്റ്റം ആണ്. ഇതിലിപ്പോൾ ഈ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കേപ്പബിലിറ്റിയാണ് ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്റ്റൻഡഡ് കേപ്പബിലിറ്റി ആണ് ഈ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ വരുന്നത്. അപ്പൊ കണ്ട റെഡും കൂടെ വന്നേക്കുന്ന ആ ഭാഗം. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ ഓൾറെഡി കയ്യിലുള്ളതിൽ നിന്നും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് സ്മാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾറെഡി ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആണ് ഫ്യൂച്ചർ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേർഷനിലേക്കാണ് നമ്മൾ ഇതിൽ വെച്ച് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ലൈറ്റ് വെയിറ്റ് ടോർപിഡോസ് ആണ്. ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഉണ്ട്. കാനിസ്റ്റർ ബേസ്ഡ് മിസൈൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്തേക്കണേ. പിന്നെ 2 സ്റ്റേജ് പ്രൊപ്പൽഷൻ ഉണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഏത് രീതിയിൽ പഠിക്കണം എന്ന്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ബേസിക്സ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബേസിക്സ് ഉണ്ടല്ലോ, ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ആ ഒരു ബേസിൽ മാത്രം അങ്ങ് പഠിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി അതല്ല ബാക്കിയുള്ള എന്തെങ്കിലും എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുമല്ല, അതിൽ കടന്ന് മറ്റതും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനല്ലേ വരുന്നുണ്ടാവുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എല്ലാവർക്കും ടഫായിരിക്കും. സ്കിപ്പ് ചെയ്ത് പോവുക. അത് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ അറ്റംപ്റ്റ് ചെയ്യാൻ പോരുത്. നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ കുറെ ആസ്പെക്ട്സ് ഉണ്ടല്ലോ, ഈ ആസ്പെക്റ്റിൽ നിന്ന് എന്തെങ്കിലും ആണ് വന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതെല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും പഠിക്കുന്നതാണ്. ഇതല്ല ഈ പറഞ്ഞ ആസ്പെക്റ്റിലൊന്നല്ല, റേഞ്ച് അതുപോലെ ബാലിസ്റ്റിക് ആണോ ക്രൂയിസ് ആണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അല്ല, മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി സഞ്ജയ് സിസ്റ്റം. ഇനി രണ്ട് ടോപ്പിക്കും കൂടെ ഉള്ളൂ. ഒന്നാണ് സഞ്ജയ് സിസ്റ്റം. സഞ്ജയ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സർവൈലൻസ് സിസ്റ്റം ആണ്. ഓക്കെ, സഞ്ജയ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് സർവൈലൻസ് സിസ്റ്റം ആണ്. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ മാപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അത് മാത്രം നോക്കി നമ്മുടെ ബോർഡേഴ്സിനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആർമീൻ്റെതാണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സർവൈലൻസ് സിസ്റ്റം ആണ്. ഇതൊന്നും വരാൻ ചാൻസ് കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി ഭാർഗവാസ്ത്ര, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് ഒരു മൈക്രോ മിസൈൽ സിസ്റ്റം ആണ്. മൈക്രോ മിസൈൽ സിസ്റ്റം, അത് കണ്ടില്ലേ, ഇതൊക്കെയാണ്. ഈ സാധനം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനത്തിനകത്ത് കുറേ വെച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ടാർഗറ്റ് ചെയ്യും, നമ്മൾ എങ്ങോട്ടാണോ വെക്കേണ്ടത് അതുപോലെ അങ്ങ് ടാർഗറ്റ് ചെയ്യും, റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ പോകും. ഇങ്ങനെ കുറേ എണ്ണം പോകും. ഏകദേശം ഇവിടെയാണ് ഞാൻ പറഞ്ഞ 64 നമ്പർ വന്നത്. ഓക്കെ, 64 എണ്ണം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും മറ്റേ ടൈം എന്ന് പറയുന്നത്. അപ്പൊ സൈമൾട്ടേനിയസ്ലി നമുക്ക് 64 മിസൈൽസ് റിലീസ് ചെയ്ത് ബാക്കിയുള്ളതിനൊക്കെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇത് DRDO അല്ലാതെ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ പ്ലാറ്റ്ഫോം ഹിറ്റ് ടാർഗറ്റ്സ് അറൌണ്ട് 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. സ്മോൾ ഫ്ലൈയിങ് മെഷീൻസ്, ചെറിയ മെഷീൻസിന് വരെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഓപ്പറേറ്റ് ഇൻ ഓൾ ടെറൈൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഒരുവിധം എല്ലാ പുതിയ സാധനങ്ങളിലും അതെന്തായാലും ഉണ്ടാവണമല്ലോ. ഫസ്റ്റ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ തരംഗ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ തരംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു പ്രോഗ്രാം ആണ്. ഈ അടുത്ത് ആര് ഡെവലപ്പ് ചെയ്ത് നോക്കുക, എന്താണ്, ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്, BISAG എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് അത് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇന്റർഫറൻസ് ഫ്രീ, ഇതാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇന്റർഫറൻസ് ഫ്രീ ഓപ്പറേഷൻ ഓഫ് ഡിഫൻസ് എക്യുപ്മെന്റ്. നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്റർഫറൻസ് ഉദ്ദേശിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു പോകുന്ന സമയത്ത് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്തിനെ അത് ടാർഗറ്റ് ചെയ്ത് പോകായിരിക്കില്ല. ആ പാത്തിനെ ഇന്റർഫിയർ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ EM വേവ്സിനൊക്കെ ഒരു കേസിൽ വെച്ച് നോക്കുന്നതാണ്. അതിന്റെ ഒരു പാത്തിനെ ഇന്റർഫിയർ ചെയ്യരുത്, അതിനെ ഫ്രീ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ തരംഗം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്സിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള നോട്ട് മേക്ക് ചെയ്തിട്ട് വെക്കുക. ഇനി അതല്ലാതെ ഒരു ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പിന്നെ നമ്മൾ ആ പറഞ്ഞ സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് പോയി അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് അത് മാത്രം പഠിച്ചിട്ട് വരുന്നതായിരിക്കും. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു സ്ട്രാറ്റജി പറയുന്നത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് പഠിക്കുക, അല്ലാത്ത രീതിയിലൊക്കെ ഒഴിവാക്കുക. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.